കാര്യം സാർ പരിചയപ്പെടുത്തിയ പോലെ തന്നെ പേര് ഹരികൃഷ്ണൻ എന്നാണ്. എന്റെ വീടും ആലപ്പുഴയാണ്, ചേർത്തലയാണ്. ബേസിക്കലി ഒരു ബിടെക് എഞ്ചിനീയർ ആണ്. ഞാൻ കൊച്ചി ഷിപ്പ്യാർഡിൽ വർക്ക് ചെയ്തിരുന്ന ടൈമിലാണ് ഈ ഒരു ഇൻഡസ്ട്രിയുടെ പാർട്ടായിട്ട് വരുന്നത്. ഞാൻ പഠിച്ചത് ഡിപ്ലോമ ഇൻസ്ട്രുമെന്റേഷൻ ആണ്, ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഒരു 2 കൊല്ലം സെസ്സിൽ വ്യവസായ മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 3 കൊല്ലം കൊച്ചി ഷിപ്പ്യാർഡിൽ വർക്ക് ചെയ്തതാണ്. അപ്പൊ നമ്മുടെ എന്റെ ഒരു ഫീൽഡ് ഇതല്ല, മാർക്കറ്റിംഗ് മേഖലയായിട്ട് എനിക്കൊരു ബന്ധമില്ല. പക്ഷേ ലൈഫിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് ഈ വർഷങ്ങളോളം പണിയെടുത്ത് ലൈഫ് പണിക്കായിട്ട് ഒഴിഞ്ഞു വെക്കരുത്. ജീവിതത്തിൽ രക്ഷപ്പെടണം, ലൈഫ് ആസ്വദിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ തിരഞ്ഞെടുക്കുകയായിരുന്നു. അങ്ങനെ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നു. കാര്യം വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റില് ഷോർട്ട് ടൈം കൊണ്ട് ലീഗലായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന, നമ്മുടെ ലൈഫ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ലോകത്തിലെ വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഓർക്കണം, അങ്ങനെ ലോകത്തിലെ ഒരേ ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ്. ഇത് മനസ്സിലാക്കിയപ്പോഴത്തേക്കും ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റി കൂടുതൽ പഠിക്കാൻ തയ്യാറായി. അങ്ങനെ പഠിച്ചപ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായ ഒരു കാര്യം, റിക്രൂട്ട്മെന്റ് മാത്രമായിട്ട് ഒതുങ്ങരുത്, റീപർച്ചേസും കൂടിയുള്ള ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയിലാണ് നിങ്ങളെങ്കിൽ 100% നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമ്മുടെ ലൈഫ് സക്സസ്ഫുൾ ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ ആ ഒരു റീപർച്ചേസും ലൈവായിട്ടുള്ള ഒന്നിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്ടിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ്, അതിൽ നിന്ന് കിട്ടിയ ഒരു പ്രൊജക്റ്റ് ആണ് MR മാർക്കറ്റിംഗ്. ഇതൊന്ന് പഠിച്ച് മനസ്സിലാക്കി ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമുക്കതിന്റെ റിസൾട്ട് കണ്ടു തുടങ്ങി. ഏകദേശം ഞാൻ പറഞ്ഞില്ല, ഒരു 2ാമത്തെ ആഴ്ച കഴിയുന്നേ ഉള്ളൂ, 3ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുന്നേ ഉള്ളൂ. എന്റെ അക്കൗണ്ടിലേക്ക് വന്ന ഇൻകം 1 lakh എബോയാണ്. 1 ലക്ഷം കവർ ചെയ്ത് കഴിഞ്ഞു. എന്റെ സൈറ്റിൽ ഞാൻ കുറച്ചു മുമ്പ് ഈ പ്രോഗ്രാമിന് മുമ്പ് ഞാൻ കയറി നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം ടോട്ടൽ ഇൻകം എന്ന് പറയുന്ന ഒരു കോളത്തിൽ 1 lakh എബോ കാണിക്കുകയുണ്ടായി. ഒരുപാട് ഹാപ്പിയാണ്. കാര്യം ഈ ഒരു പ്രൊജക്ടിന്റെ, ഈ ഒരു പ്ലാനിന്റെ പവറാണ്. ഒരു കണ്ടീഷൻ ഇല്ലാണ്ട് ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ട് പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആണ് MR മാർക്കറ്റിംഗ്. അപ്പൊ നമുക്ക് 2 പ്രോഗ്രാമാണ് സൗത്ത് ഇന്ത്യൻ ടീം നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ 2 പ്രോഗ്രാമിൽ ഒരു പ്രോഗ്രാം സൺഡേ സൂമാണ്. കോമൺ പ്രോഗ്രാമിന്റെ കാര്യം ഞാൻ പറയുന്നത് സൺഡേ സൂമാണ്. സൺഡേ സൂമില് നമ്മുടെ ഗ്രേറ്റ് ലീഡർ RK സാർ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. പ്രൊഡക്റ്റ് എന്താണ് വളരെ കൃത്യമായിട്ട്, വളരെ വ്യക്തമായിട്ട് പ്രൊഡക്റ്റിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയാണ്. ആ പ്രോഗ്രാം നമ്മൾ മുടങ്ങാണ്ട് അറ്റൻഡ് ചെയ്യണം. കാര്യം ഇവിടെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചാൽ സൈഡ് എഫക്റ്റ് ഇല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ട ആയുഷ് സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ് വരെയുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ, ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ, വെൽനസ് പ്രൊഡക്റ്റുകൾ, പേഴ്സണൽ കെയർ പ്രൊഡക്റ്റുകൾ എല്ലാമുള്ള, എന്താ പറയുക, ഒരു വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റിൽ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ ഒരു ഫീലാണ്. അത് ഹെൽത്ത് ഉണ്ട്, വെൽത്ത് ഉണ്ട്, പേഴ്സണൽ കെയർ ഐറ്റംസ് ഉണ്ട്, എല്ലാം കൊണ്ട് ഹാപ്പിയാണ്. അപ്പോൾ അതിന്റെ ഒരു ബിസിനസ് പ്ലാൻ ആണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. എന്താണ് ഈ ബിസിനസ് പ്ലാൻ? എങ്ങനെ നമുക്കിതിൽ നിന്ന് വരുമാനം ലഭിക്കുന്നു? എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്? വളരെ കൃത്യമായിട്ട് ഞാൻ ഈ വരുന്ന ഒരു 40 മിനിറ്റ് കൊണ്ട് പറഞ്ഞുതരാം. എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, ആദ്യമായിട്ട് കേൾക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ആരെങ്കിലും എങ്കിൽ ജസ്റ്റ് ഒരു ഡയറി പെന്നും എടുത്ത് നിങ്ങൾ വെക്കാൻ തയ്യാറാണെങ്കിൽ 100% സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഈ പ്ലാൻ പറഞ്ഞുതരാം. കാര്യം ഒരു ഡയറി പെന്ന് നിങ്ങൾ എടുത്തു വെക്കാൻ പറഞ്ഞത് ഇത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. കാര്യം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഒരു പ്രൊജക്ട് കേരളത്തിലേക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞു വെറും കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ, ഒരു 3 ആഴ്ചയിലേക്ക് കടക്കുന്നേ ഉള്ളൂ. നമ്മളിലൂടെയാണ് ഈ പ്രൊജക്ട് ജനങ്ങൾ അറിയാൻ പോകുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് ഈ 3 ആഴ്ച കൊണ്ട് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 500-ൽ താഴെ വരുന്ന ആളുകൾ മാത്രമേ ഈ പ്രൊജക്റ്റും ഈ പ്ലാനും മനസ്സിലാക്കിയിട്ടുള്ളൂ. അടിവരായിട്ട് ഞാൻ പറയാം, ഈ പ്രൊജക്റ്റും ഈ പ്ലാനും മനസ്സിലാക്കിയിട്ടുള്ളൂ. ആ മനസ്സിലാക്കിയ വ്യക്തികളെല്ലാവരും വളരെ ശക്തമായിട്ട് ഈ പ്രോജക്റ്റ് ചെയ്യാൻ തീരുമാനിച്ച വ്യക്തികളാണ്. കാര്യം ഇതിന്റെ പ്ലാൻ, ഇന്ന് ഇതിന്റെ പ്ലാനിനെ വെല്ലാൻ അല്ലെങ്കിൽ ഇതിന്റെ പ്ലാനിന്റെ ഒപ്പം വെക്കാൻ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ ഒരു പ്രൊജക്റ്റ് ഇല്ല. സീരിയസ്ലി നിങ്ങൾ കേട്ടു നോക്ക്. ഞാൻ അതാ പറഞ്ഞു, ഞാൻ കഴിഞ്ഞൊരു 3 ആഴ്ചയായിട്ട് ഞാൻ ഈ പ്ലാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതാണ്. ഒരുപാട് ആൾക്കാരിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ട്രെയിനിങ്ങുകളിലൂടെ, സൂമിലൂടെ, ഡയറക്റ്റ് ആണെങ്കിലും. ഇപ്പോഴും എറണാകുളത്താണ്, ഒരു വർക്ക്ഷോപ്പ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് വരുന്നൊരു ടൈമാണ്. കാര്യം അത്രയും ബെസ്റ്റ് ആണ്. നമ്മൾ പറയും തോറും നമുക്ക്
ഉള്ളവരോട് പറയാം. കാര്യം എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇതിന്റെ ഫ്രണ്ട് ലൈനിൽ നിൽക്കേണ്ട ആൾക്കാരാണ്. ക്ലിയർ ആയില്ലേ? നമ്മളിലൂടെ വേണം ഈ പ്രൊജക്ട് ജനങ്ങൾ അറിയാൻ. അങ്ങനെ ഒരു സുഹൃത്തോ ബന്ധുവോ ഒക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഈ ഒരു സൂം പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് എന്തായാലും പ്ലാൻ പ്രസന്റേഷനിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞു കമ്പനിയുടെ പേര് MR മാർക്കറ്റിംഗ് ആണെന്ന്, മണിറായ മാർക്കറ്റിംഗ് എന്നാണ് നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്രൊജക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിൾ ആണ്. സാധാരണ ജനങ്ങളിലേക്ക് ഈ ഒരു പ്രൊജക്ട് എത്തിക്കുക എന്ന് വെച്ചാൽ വെൽനെസ്സും ആരോഗ്യവും സമ്പത്തും എല്ലാം ഒരുപോലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്ട്. നമ്മൾ ഡീൽ ചെയ്യുന്നത് ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റുകളുണ്ട്, വെൽനസ് പ്രൊഡക്റ്റുകളുണ്ട്, അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകളുണ്ട്. ഈ 3 കാറ്റഗറി പ്രൊഡക്റ്റുകളും സൈഡ് എഫക്റ്റ് ഇല്ലാത്ത നാച്ചുറൽ പ്രൊഡക്റ്റുകളാണ്. ഈ പ്രൊഡക്റ്റുകൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് തന്നെ ആ ജനങ്ങളെ ഓരോരുത്തരെയും വലിയ രീതിയിലുള്ള ഒരു ബിസിനസ്സുകാരനാക്കി മാറ്റുക എന്നുള്ളൊരു വിഷനോട് കൂടിയാണ് ഈ ഒരു പ്രൊജക്ട് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. മണിറായെ പറ്റി പറയാനാണെങ്കിൽ 1 ഇയർ ആയിട്ടുള്ള സ്റ്റാർട്ട് ചെയ്തിട്ട് തുടക്കമാണ്. ഏറ്റവും വലിയ പോസിറ്റീവ് അല്ലേ? തുടക്കമാണ്. 2024 മെയ് 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത പ്രൊജക്ട് ആണ്. ഒരു 1 ഇയർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 5 കോടിയുടെ ടേൺ ഓവർ വന്നിട്ടുണ്ട് ഈ പ്രൊജക്ടിലൂടെ. അതിൽ ഏറ്റവും വലിയ ഹാപ്പിയുള്ള കാര്യം അതിൽ 2.5 കോടി പേ ഔട്ട് തന്ന കമ്പനിയാണ്. 5 കോടി ടേൺ ഓവർ വന്ന് 2.5 കോടി പേ ഔട്ട് തന്നു, നിസ്സാരമല്ല. അതിൽ 175ഓളം വ്യക്തികള് 1 lakh എബോ കവറായി. ഇപ്പൊ 176 വ്യക്തികളായി. 175 ഇന്നലെ വരെയാണെങ്കിൽ ഞാൻ എന്റെ സൈറ്റ് നോക്കിയപ്പോഴത്തേക്കും എന്തായാലും 176 വ്യക്തികള് 1 lakh എബോ കവറായി. കമ്പനിക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ MD-യുടെ പേര് നിതിൻ മഞ്ചപ്പ. അദ്ദേഹം ഒരു IT പ്രൊഫഷണലാണ്. അത് മാത്രമല്ല കഴിഞ്ഞ ഒരു 8 വർഷമായിട്ട് പല ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ പറ്റി പഠിച്ചും പ്രവർത്തിച്ചും കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും പദ്ധതിയോടും കൂടിയാണ് അദ്ദേഹം ഈ ഒരു പ്രൊജക്ട് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടർ ഹർഷിത മാഡം, ഇവർ രണ്ടുമാണ് നമ്മളെ നയിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇതൊരു ബിസിനസ് പ്ലാൻ പ്രസന്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് പ്രൊഡക്റ്റിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് സൺഡേ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ പാക്കേജുകളെന്നും എങ്ങനെയാണ് നമുക്ക് ഇതിലൂടെ വരുമാനം കിട്ടുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഫസ്റ്റ് പാക്കേജ് നമുക്കൊരു 4000 രൂപയുണ്ടെങ്കിൽ, 4000 രൂപയുണ്ടെങ്കിൽ നമുക്കിതൊരു ബിസിനസ് ആയിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു ബിസിനസ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിലൂടെ കിട്ടും. കാര്യം നമുക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ നേട്ടങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഇൻകം സ്ട്രക്ചർ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 4000 റുപ്പീസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് 2 സ്റ്റെം സെൽസിന്റെ പ്രൊഡക്റ്റാണ് കിട്ടുന്നത്, മൂലകോശങ്ങൾ. അതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾ പഠിച്ചാൽ നമുക്ക് കൃത്യമായിട്ടൊരു അവയർനെസ് കിട്ടും. കാര്യം നമ്മൾ ഈ കാലഘട്ടത്തിൽ അറിഞ്ഞിരിക്കേണ്ടതും ഉപയോഗിക്കേണ്ടതുമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തൊരു കാറ്റഗറി നമ്മൾ വേണമെങ്കിൽ നിങ്ങൾ ഡയറി ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോ. 4000 രൂപ സ്റ്റെം സെൽസ്. അതിനൊരു PV പറയുന്നുണ്ട്. PV എന്ന് പറയുന്നത് നമ്മുടെ കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞില്ലേ ബിസിനസ് പ്ലാൻ ആണ്, എങ്ങനെ വരുമാനം കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ PV 1000 PV ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി നോട്ട് ചെയ്യാം. അതില് ഡയറക്റ്റ് റെഫറൽ ബോണസ് എന്ന് പറഞ്ഞാൽ 500 ആണ്. അത് നിങ്ങൾക്ക് വഴിയെ പറയുമ്പോഴത്തേക്ക് മനസ്സിലാവും. നമ്മുടെ എൻട്രി പാക്ക് എന്ന് പറഞ്ഞാൽ 4000 ആണ്. അതിന്റെ PV 1000 PV ആണ്. അതിന്റെ ഡയറക്റ്റ് റെഫറൽ ബോണസ് എന്ന് പറഞ്ഞാൽ 500 രൂപയാണ്. ക്ലിയർ? നമ്മുടെ നെക്സ്റ്റ് പാക്ക് എന്ന് പറഞ്ഞാൽ 9995 ഒരു ബ്ലാങ്കറ്റ് ആണ്. കാര്യം ഈ ഒരു കമ്പനിയുടെ പ്രത്യേകത നമ്മൾ ഡീൽ ചെയ്യുന്നത് ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റുകളാണ്. ഇന്ന് ഇന്ത്യയിലെ 99% കമ്പനികളും ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ ഡീൽ ചെയ്യുന്ന കമ്പനികളും അവർ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഹാഫ് തെറാപ്പിയാണ്. ഈ കമ്പനിയുടെ പ്രത്യേകത ഇവർ ഡീൽ ചെയ്യുന്നത് ഫുൾ തെറാപ്പിയാണ്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മഡ് തെറാപ്പി. നമുക്കറിയാം, നമ്മളെ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്നു, നമ്മുടെ ചുറ്റിനും മണ്ണ് വെച്ച് നമ്മുടെ ഈ കഴുത്ത് വരെ അവര് മണ്ണിന്റെ കാര്യം അതൊക്കെ വെച്ച് സംഭവം ഇതാക്കുന്നു. ഫുൾ തെറാപ്പിയാണ്. അതുപോലെ തന്നെ ഈ കമ്പനി നമ്മുടെ മുന്നോട്ട് വെക്കുന്നത് ഫുൾ തെറാപ്പിയാണ്. കാര്യം മാട്രസ് പാഡും ഉണ്ട്, നമുക്ക് ബ്ലാങ്കറ്റും ഉണ്ട്, മാഗ്നറ്റിക് ബ്ലാങ്കറ്റ്. ഇതിന്റെ അടുത്ത പ്രത്യേകത ഇതിൽ ഉപയോഗിക്കുന്ന എല്ലാ പ്രൊഡക്റ്റിലും ഉപയോഗിക്കുന്ന മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ N35 ആണ്. നമുക്ക് പല വേരിയന്റ് ഉണ്ട് മാഗ്നറ്റിന്. നിയോഡൈമിയോ എന്ന് പറയുന്ന മാഗ്നറ്റ് ആണ്, സൈഡ് എഫക്ട് ഇല്ലാത്ത മാഗ്നറ്റ് ആണ്, ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മാഗ്നറ്റ് ആണ്, ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കുന്നു, ഓക്സിജൻ ലെവൽ നമ്മുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന മാഗ്നറ്റ് ആണ്. അതിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ N11 ഉണ്ട്, N22 ഉണ്ട്, N35 ഉണ്ട്, N55 ഉണ്ട്. അതില് N11 N22 എന്നൊക്കെ പറഞ്ഞാൽ ചീപ്പസ്റ്റ് മാഗ്നറ്റുകളാണ്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കുറച്ച് എക്സ്പെൻസീവ് ആണ് N35 എന്ന് പറഞ്ഞാൽ. സൈഡ് എഫക്ട് ഇല്ല, നമ്മുടെ ബോഡിയുടെ ഒരു ടച്ച് അതിനുണ്ടെങ്കിൽ
ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആവും, ഓക്സിജൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും. നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം 250-ലധികം അസുഖങ്ങൾക്ക് മാറ്റം വരുത്താൻ കഴിവുള്ള ഒരു മാഗ്നറ്റ് ആണ്. അപ്പോൾ ഈ മാഗ്നറ്റ് ഉപയോഗിച്ചിട്ടുള്ള ബ്ലാങ്കറ്റ് ആണ് നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് 9995. അതിന്റെ PV 3000 ആണ്. അതിന്റെ ഡയറക്റ്റ് റെഫറൽ ബോണസ് എന്ന് പറഞ്ഞാൽ 750 ആണ്. നോട്ട് ചെയ്യാം, 750 ആണ്. നെക്സ്റ്റ് ഒരു കാറ്റഗറി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ കിറ്റ് ആണ്. മാട്രസിന്റെ സിംഗിൾ കിറ്റ് ആണ്. 10,499 ആണ്. സിംഗിൾ കിറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഉപയോഗിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒരാൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു മാട്രസ് പാഡ് ഉണ്ട്, ഒരു പില്ലോ പാഡ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു വാട്ടർ എനർജി പാഡ് ഉണ്ട്, ഒരു പെയിൻ റിലീഫ് പാൻ ഉണ്ട്, ഒരു ബ്രേസ്ലെറ്റ് ഉണ്ട്. അങ്ങനെ എല്ലാം ഒരാൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് വളരെ ഹാപ്പി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിന്റെ വില 10,499 മാത്രമാണ്. അതിന്റെ PV 3500 ആണ്. അതിന്റെ ഡയറക്റ്റ് റെഫറൽ ബോണസ് എന്ന് പറഞ്ഞാൽ 750 ആണ്. നിങ്ങൾക്ക് നോട്ട് ചെയ്താൽ നെക്സ്റ്റ് പാർട്ടിലേക്ക് വരുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. കാര്യം സിമ്പിൾ പ്ലാനാണ്, നമ്മളൊന്ന് പഠിച്ചാൽ മതി, പഠിച്ച് ജനങ്ങളിലേക്ക് എത്തിച്ചാൽ മതി. നെക്സ്റ്റ് ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ 13,100 ഒരു പാക്കാണ്. 13,100 ഡബിൾ ബ്ലാങ്കറ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ D1 ബ്ലാങ്കറ്റ് എന്ന് വിളിക്കാം. എന്ന് വെച്ചാൽ ഒരു ഭാര്യക്കും ഭർത്താവിനും ഒരു കട്ടിലിൽ ഒരു കുടക്കീഴിൽ എന്നൊക്കെ പറയല്ലേ, ഒന്നിച്ച് പതക്കാൻ പറ്റുന്ന ഡബിൾ ബ്ലാങ്കറ്റ് ആണ്. അതും N35, എല്ലാത്തിലും N35 മാഗ്നറ്റ് ആട്ടോ. 4000 PV ആണ്. ഓക്കെ, അതിന്റെ ഡയറക്റ്റ് റെഫറൽ ബോണസ് എന്ന് പറഞ്ഞാൽ 750 ആണ്. നെക്സ്റ്റ് വരുന്നത് 2 സിംഗിൾ ബ്ലാങ്കറ്റ് ആണ്. എന്ന് വെച്ചാൽ 16,000 രൂപ, 7,500 PV ആണ്. ക്ലിയർ? 7,500 PV ബിസിനസ് വശോട്ടാണ് ഞാൻ പറയുന്നത്. അതിന്റെ റേറ്റ് വരുന്നത് 16,000. D2 ബ്ലാങ്കറ്റ് എന്ന് പറയാം. എന്ന് വെച്ചാൽ 2 സെപ്പറേറ്റ് ബ്ലാങ്കറ്റ് ആയിട്ട് നമുക്കത് അവൈലബിൾ ആണ്. ഇതിന്റെ പ്രൊമോഷൻ ബോണസ് വരുന്നത് 1000 രൂപയാണ്, 1000 rupees ആണ്. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഒരു വെൽനസ് പാക്കേജും കൂടി അവൈലബിൾ ആണ്. അതിനും 7,500 PV ആണ്. അതിന്റെ ഡയറക്റ്റ് റെഫറൽ ബോണസ് എന്ന് പറഞ്ഞാൽ 1000 രൂപയാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് പാക്കേജ് വരുന്നത് 17,000 രൂപയുടെയാണ്. വളരെ സിമ്പിൾ ആണ്. ഒരു വ്യക്തിക്ക് വേണ്ട ഫുൾ തെറാപ്പി. അദ്ദേഹത്തിന് മാഗ്നറ്റിക് ബ്ലാങ്കറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ മാട്രസ് പാഡ് ഉണ്ടാവും, ഒരു വാട്ടർ പാഡും നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ ഒരു വ്യക്തിക്ക് വേണ്ട ഫുൾ തെറാപ്പി 17,000 രൂപയാണ്. 7,500 PV ആണ്. 1000 രൂപയാണ് ഡയറക്റ്റ് റെഫറൽ ബോണസ്. നോട്ട് ചെയ്തു. അടുത്തത് 18,000 ഒരു പാക്ക് ഉണ്ട്. 18,000 എന്ന് പറഞ്ഞാൽ D1 എന്ന് വെച്ചാൽ ഒറ്റ ഡബിൾ കോട്ട് മാട്രസ്. ഞാനത് വാങ്ങിച്ചോട്ടു, അടിപൊളിയാ. ഞാൻ നാളെ ഗ്രൂപ്പിൽ ഇട്ടുതരാം, നിങ്ങൾക്ക് ഫോട്ടോ ഇട്ടുതരാം. ഈ ഒരു തിക്നെസ് ഉണ്ട്, നമ്മൾ കിടക്കുമ്പോൾ ഒരു കംഫർട്ട് ഉണ്ട്, ഒരു സുഖമുണ്ട്, ഒരു മിനി ബെഡിൽ കിടക്കുന്ന ഒരു ഫീൽ കിട്ടും. ഞാൻ നാളെ ഇന്നലെ ഗ്രൂപ്പിലേക്ക് ഇട്ടുതരാം. 6x6 ആണ്. എന്റെ ഫാമിലി കോട്ട് കട്ടില്ല, അത് ഫുള്ള് കവർ ചെയ്ത് കുറച്ച് പുറത്ത് കിടക്കുക, നല്ല സുഖമുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ അതിൽ കിട്ടുന്ന ഇതാണ് D1. ഒരു ഡബിൾ കോട്ട് മാട്രസ് ഉണ്ട്, ബാക്കി എല്ലാ ഐറ്റംസും 2 വെച്ചിട്ടുണ്ട്. 2 റിസ്റ്റ് ബാൻഡ് ഉണ്ട്, 2 ബ്രേസ്ലെറ്റ് ഉണ്ട്, 2 പെയിൻ റിലീഫ് ബാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ വാട്ടർ പാഡ് 2 ഉണ്ട്, പില്ലോ പാഡ് 2 ഉണ്ട്. നെക്സ്റ്റ് ഒരു കാറ്റഗറി 18,500 ആണ്. 18,500 എന്ന് പറയുമ്പോഴത്തേക്കും അതില് D2 എന്ന് വെച്ചാൽ 2 പേർക്കുള്ള സിംഗിൾ മാട്രസ്, 2 സിംഗിൾ മാട്രസ് ഉണ്ട്, ബാക്കി എല്ലാ ഐറ്റംസും ഈ 2 വെച്ചുണ്ട്. 2 പെയിൻ റിലീഫ് ബാൻഡ് ഉണ്ട്, 2 ബ്രേസ്ലെറ്റ് ഉണ്ട്, 2 വാട്ടർ പാഡ് ഉണ്ട്, 2 പില്ലോ പാഡ് ഉണ്ട്. ക്ലിയർ? 18,000-നും 18,500-നും പ്രൊമോഷണൽ ഇൻകം അല്ലെങ്കിൽ ഡയറക്റ്റ് റെഫറൽ ഇൻകം എന്ന് പറഞ്ഞാൽ അതും 1000 ആണ്. അടുത്തൊരു പ്രൊഡക്റ്റ് 23,000-ന്റെ ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ D3. 3 വ്യക്തികൾക്ക് ഉപയോഗിക്കാം. 3 സിംഗിൾ മാട്രസ് ഉണ്ട്, 3 വാട്ടർ പാഡ് ഉണ്ട്, 3 പെയിൻ റിലീഫ് ബാൻഡ് ഉണ്ട്, 3 പില്ലോ പാഡ് ഉണ്ട്, 3 ബ്രേസ്ലെറ്റ് ഉണ്ട്. ഇപ്പോൾ അച്ഛനും അമ്മക്കും വൈഫിനും വേണം, വാങ്ങാം. ഇതിന് 1000 PV ആണ്. ഡയറക്റ്റ് റെഫറൽ ബോണസ് എന്ന് പറഞ്ഞാൽ 1,500 ആണ്. നെക്സ്റ്റ് ഒരു കാറ്റഗറി 25,000. സിമ്പിൾ ആണ്, 2 ഡബിൾ കിട്ടും, 2 D1 കിട്ടും, ബാക്കിയെല്ലാം 3 വെച്ചിട്ടുണ്ടാവും. വളരെ സിമ്പിൾ ആണ്. 2 D1 കിട്ടും, ബാക്കിയെല്ലാം 3 വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇതിന്റെ ഒരു ഫൈനൽ കാറ്റഗറി എന്ന് പറഞ്ഞാൽ 33,000-ന്റെ ഒരു പാക്കാണ്. അതിൽ വരുന്നത് 2 പേർക്കുള്ള ഫുൾ തെറാപ്പി. 2 ബ്ലാങ്കറ്റ് ഉണ്ടാവും, 2 മാട്രസ് പാഡ് ഉണ്ടാവും, ബാക്കിയെല്ലാം 2 പേർക്കുള്ള ഫുൾ ഐറ്റംസ് ഉണ്ടാവും. അതിന്റെ കൂടെ ഒരു പ്രീമിയം ബാഗും കൂടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന് വരുന്നത് 10,000 PV ആണ്. ഇതിന്റെ ഡയറക്റ്റ് റെഫറൽ ഇൻകം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്, 2,000 രൂപയാണ്. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ
പാക്കേജുകൾ. ഓക്കെ, ഇതിലൊരു ഓഫറും കൂടി കിടപ്പുണ്ട്. ഈ 33,000 2 പേർക്കുള്ള ഫുൾ തെറാപ്പിയിൽ ഇപ്പോൾ കിടക്കുന്ന ഓഫർ, നമ്മുടെ കൈവശം ഏതെങ്കിലും ഡബിൾ മാട്രസ് ഉണ്ടെങ്കിൽ ഏത് കമ്പനിയുടെ ആവാം, നമുക്ക് വേണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം. നമുക്കൊരു 7,500 രൂപ ഡിസ്കൗണ്ട് റേറ്റിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് കിട്ടും. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് കാറ്റഗറി. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിന്റെ ഇൻകം പ്ലാൻ ആണ്. ക്ലിയർ? എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് വരുമാനം കിട്ടുന്നത്, എങ്ങനെയാണ് നമ്മൾ വരുമാനത്തിലേക്ക് എത്തുന്നത്? വളരെ സിമ്പിൾ ആണ്. നമ്മുടെ ഇൻകം പ്ലാൻ, നമ്മുടെ ഇൻകത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഈ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങുമ്പോഴത്തേക്ക് നമുക്ക് 2 രീതിയിൽ വാങ്ങാം. ഒന്നെങ്കിൽ ഒരു കസ്റ്റമർ ആയിട്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങാം, അതിൻ്റെ കിടന്നുറങ്ങാം, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കാം, അതിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ അടിപൊളിയായിരിക്കും, നമ്മുടെ ഹെൽത്ത് മാത്രം നോക്കി നമുക്ക് മുന്നോട്ട് പോകാം. അടുത്തൊരു കാര്യം, ഈ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ തികച്ചും ഫ്രീ ആയിട്ട് കമ്പനി കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്കൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ നമുക്കത് തിരഞ്ഞെടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വെരി സ്പീഡി. ഓക്കെ, കുറച്ചും കൂടി പതുക്കെ കേൾക്കണം. ഓക്കെ, നമ്മുടെ പ്രൊഡക്റ്റ് കാറ്റഗറി നിങ്ങൾ എന്തായാലും മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിൽ ഇനി പറയുന്ന ബിസിനസ് ആട്ടെ, ഇൻകം പ്ലാനാണ് പറയുന്നത്. പ്രൊഡക്റ്റിന്റെ ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇൻകം പ്ലാൻ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഇതിന്റെ ഇൻകം കിട്ടാൻ, വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ഇതിന്റെ ഒരു ക്രൈറ്റീരിയ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ക്രൈറ്റീരിയ ഫില്ല് ചെയ്യുക. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു, ഈ പ്രൊഡക്റ്റ് 2 രീതിയിൽ വാങ്ങാം. ഒന്നെങ്കിൽ കസ്റ്റമർ ആയിട്ട് നമുക്കിത് പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഇതിന്റെ ഒരു ബിസിനസ് വശം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറാം. അതിന് കമ്പനി തികച്ചും ഫ്രീ ആയിട്ടാണ് അത് കൊടുക്കുന്നത്. 1 രൂപ നമുക്ക് കൊടുക്കണ്ട. നമ്മൾ ചെയ്യേണ്ടത്, ഇത് വാങ്ങുന്നതിന്റെ ഒപ്പം ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് ഡീറ്റെയിൽസും കൊടുത്ത് ഒരു ID രജിസ്റ്റർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഈ ID രജിസ്റ്റർ ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ പ്രൊഡക്റ്റ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോഴത്തേക്കും അത് നമ്മളിലൂടെയാണ് ജനങ്ങളിലേക്ക് എത്തിയതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനദണ്ഡം മാത്രമാണ്. ക്ലിയർ? അങ്ങനെ ID രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ, ആ ID രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ വ്യക്തികളെയും കമ്പനി വിളിക്കുന്ന ഒരു പേര്, നമ്മളെല്ലാവരും പേര് വിളിക്കുമല്ലോ, കമ്പനി വിളിക്കുന്ന പേര് ബിഗിനർ എന്നാണ്, തുടക്കക്കാരൻ. കാര്യം, ഒരു ID രജിസ്റ്റർ ചെയ്ത് വെച്ചു, തുടക്കക്കാരൻ. ഓക്കെ, നമ്മുടെ വരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഇതിന്റെ ഒരു ക്രൈറ്റീരിയ ഫില്ല് ചെയ്യണം. ക്രൈറ്റീരിയ ഫില്ല് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. നമ്മള് മിനിമം 2 വ്യക്തികളിലേക്കെങ്കിലും ഈ പ്രൊഡക്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റിനെ പറ്റി നമ്മൾ പറയുക. നമ്മൾ 2 ടീമായിട്ട് പോകുന്നു, ഒരു A ടീമും B ടീമും. 1:1 2 വ്യക്തികളിലേക്കെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുക. 3000 PV A ടീമിലും 3000 PV B ടീമിലും ഡയറക്റ്റ് റെഫറൽ കൊണ്ടുവരിക. കോട്ട് ചെയ്യണം, ഡയറക്റ്റ് റെഫറലിൽ 3000 PV A ടീമിലും 3000 PV B ടീമിലും വരിക. ഞാൻ അതാണ് നേരത്തെ PV നോട്ട് ചെയ്യാൻ പറഞ്ഞത്. ക്ലിയർ ആയില്ലേ? 3000 PV എന്ന് പറയുമ്പോഴത്തേക്കും 9,995 3000 PV ആണ്. 10,499 3500 PV ആണ്. മിനിമം 3000 PV. ഇനി ഒറ്റയടിക്ക് 9,900 PV കൊണ്ടുവരണമെന്നില്ല. 4,000 രൂപയുടെ പ്രോഡക്റ്റിന് 1000 PV ആണ്. ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് 4,000ന്റെ 3 റെഫറൽ ചെയ്യാം. എങ്ങനെ നോക്കിയാലും ഡയറക്റ്റ് നമ്മളിലൂടെ 3000 PV ലെഫ്റ്റ് സൈഡിലും 3000 PV നമ്മുടെ B ടീമിലും വന്നാൽ നമ്മുടെ ക്രൈറ്റീരിയ ഫില്ലാകും. ക്രൈറ്റീരിയ ഫില്ലായി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് 750 രൂപ വരും. എപ്പോൾ ക്രൈറ്റീരിയ ഫില്ല് ചെയ്താലും 750 രൂപ വരും. ഇനി നിങ്ങൾ കുറച്ചും കൂടി സ്മാർട്ട് ആണെങ്കിൽ, ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ ക്രൈറ്റീരിയ ഫില്ല് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഒരാഴ്ചക്കുള്ളിൽ 2 പ്രൊഡക്റ്റുകൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ഈ 750 രൂപ കൂടാണ്ട് ഒരു 5,000 രൂപ വർത്തുള്ള ഒരു വെൽനസ് പ്രൊഡക്റ്റിന്റെ ഗിഫ്റ്റും കൂടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് ക്രൈറ്റീരിയ ഫില്ല് ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അത് നമ്മളുടെ വീടുകളിലേക്ക് കൃത്യമായിട്ട് എത്തുന്നതാണ്. ക്രൈറ്റീരിയ ഫില്ല് ചെയ്യുന്ന വ്യക്തികളെ സെയിൽസ് പ്രൊമോട്ടർ നമ്മുടെ സൈറ്റിൽ തന്നെ കാണിക്കും. ബിഗിനർ മാറി SP ആയിട്ട് മാറും. ഈ SP ആയി കഴിഞ്ഞാൽ 3 തരത്തിലുള്ള വരുമാനമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഈ 3 തരത്തിലുള്ള വരുമാനം ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ ലഭിക്കും. എന്റെ അക്കൗണ്ടിലേക്ക് വന്നതാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇത്ര കോൺഫിഡൻസ്. ഓക്കെ, നമുക്ക് 3 തരത്തിലുള്ള വരുമാനം ഏതൊക്കെയാണ്? ഡെയിലി വരുമാനമുണ്ട്, വീക്കിലി വരുമാനമുണ്ട്, മന്ത്ലി വരുമാനമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളൊക്കെ പണിയെടുത്തു കഴിഞ്ഞാൽ മാസത്തിൽ ഒരിക്കലാണ് വരുമാനം കിട്ടുന്നത്. എനിക്കൊക്കെ അങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറെ നാൾ വർക്ക് ചെയ്തതാണ്. മാസത്തിലൊരു വരുമാനം കിട്ടും, അത് പിറ്റേ ദിവസം തീർന്നു പോകും. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത ഡെയിലി ഉണ്ട്, ആഴ്ചയിലുണ്ട്, മാസത്തിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലുമൊക്കെ സേവ് ചെയ്ത് വെക്കാം അല്ലെ. ഇനി ഡെയിലി വരുമാനത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ദിവസം കിട്ടുന്ന വരുമാനം.
എങ്ങനെ ദിവസം കിട്ടുന്ന വരുമാനത്തിലേക്ക് നമ്മൾ എത്തും? വളരെ സിമ്പിൾ ആണ്. ഞാൻ പറഞ്ഞു 4000 രൂപയുടെ പ്രൊഡക്റ്റ്, അതിന്റെ PV ഞാൻ ആദ്യമേ പറഞ്ഞു 1000 PV. ഇവിടെ എങ്ങനെയാണ് വരുമാനം കിട്ടുന്നത്? നമ്മൾ ക്രൈറ്റീരിയ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഫില്ല് ചെയ്തിട്ട് ഞാൻ എന്റെ A ടീമില് ഞാൻ ഒരു പ്രൊഡക്റ്റ് ഞാൻ കൊടുക്കുകയാണ്. ഞാനത് ഒരു പ്രൊഡക്റ്റ് കൊടുത്ത് അദ്ദേഹത്തെ ഞാൻ A ടീമിൽ രജിസ്റ്റർ ചെയ്തു. 4000 രൂപയുടെ പ്രൊഡക്റ്റ് ആണ്, 1000 PV ആണ്. ഞാൻ ഒരു വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ എപ്പോഴാണ് B ടീമില് അടുത്തൊരു 1000 PV കൊടുക്കുന്നത് അല്ലെങ്കിൽ 4000 രൂപയുടെ പ്രൊഡക്റ്റ് കൊടുക്കുന്നത്, അത് മാച്ച് ചെയ്യും. ഇതിന്റെ കാൽക്കുലേഷൻ വരുന്നത് ഇങ്ങനെയാണ്. 1000 PV നമ്മൾ A ടീമിൽ കൊടുത്തില്ലേ, 1000 B ടീമിൽ 1000 കൊടുത്തില്ലേ, 1000 + 1000 2000, 2000 ഇൻറ്റു 0.33 660 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. എപ്പോ വെച്ചാലും കിട്ടും. ക്ലിയർ? ഇനി അടുത്തൊരു പ്രത്യേകത, ഞാൻ ഒരാഴ്ചക്കുള്ളിൽ അടുത്തൊരു പ്രൊഡക്റ്റും കൂടി കൊടുക്കാൻ തയ്യാറായാൽ, 12 മണിക്കൂറിനുള്ളിൽ അല്ല കേട്ടോ, ഒരാഴ്ച ടൈമുണ്ട്, കൊടുക്കാൻ തയ്യാറായാൽ ഇതിനാണ് ഞാൻ ഡയറക്റ്റ് റെഫറൽ ബോണസ് എന്ന് എഴുതി വെക്കാൻ പറഞ്ഞത്. 4000 എത്രയാണ്? 500 ആണ്. അപ്പൊ 4000 ഒരു പ്രൊഡക്റ്റ് നമ്മൾ A ടീമിൽ വെച്ചു, 4000 ഒരു പ്രൊഡക്റ്റ് B ടീമിൽ കൊടുത്തു. 500 + 500 1000 ഡയറക്റ്റ് റെഫറൽ ബോണസും കിട്ടി. 660 രൂപ നമുക്ക് ആ മാച്ചിങ് ബോണസും കിട്ടി. അങ്ങനെ 1660. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 4000 രൂപയുടെ 2 പ്രോഡക്റ്റ് വിത്തിൻ 1 വീക്ക് നമുക്ക് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ 1660 രൂപ നമ്മുടെ അക്കൗണ്ടിൽ കയറും. ഇനി 1 വീക്ക് വേണ്ട, നിങ്ങൾ എപ്പോ കൊടുത്താലും 660 ഗ്യാരണ്ടിയാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഒരു കാറ്റഗറി ഞാൻ നേരത്തെ പറഞ്ഞു 9995 നമ്മുടെ ഒരു സിംഗിൾ ബ്ലാങ്കറ്റ്. അതിന്റെ PV എന്ന് പറയുന്നത് 3000 PV ആണ്. ഓക്കെ, ഞാൻ A ടീമില് ഒരു സിംഗിൾ ബ്ലാങ്കറ്റ് കൊടുത്തു, B ടീമില് ഞാൻ അടുത്തൊരു ബ്ലാങ്കറ്റ് കൊടുത്തു. എന്ന് കൊടുത്താലും ഒരു ടൈം ലിമിറ്റും ഇല്ല, ഒരു കണ്ടീഷനും ഇല്ല, ഒരു പേടിയും പേടിക്കണ്ട. 3000 PV നമ്മുടെ A ടീമിൽ, 3000 പ്ലസ് ഒരു വർഷം കഴിഞ്ഞാലും കുഴപ്പമില്ല 3000 PV നമ്മുടെ B ടീമിൽ. അപ്പോൾ 3000 + 3000 6000 ഇൻറ്റു 0.33 1980 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. ക്ലിയർ ആയില്ലേ? 1980. ഇനി ഇതിനും ഡയറക്റ്റ് റെഫറൽ ബോണസ് ഉണ്ട്. ഞാൻ പറഞ്ഞു എത്രയാണ്? 750. വിത്തിൻ 1 വീക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ, നിങ്ങൾ ഡയറക്റ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ, ഈ ഡയറക്റ്റ് റെഫറൽ ബോണസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കൊടുക്കുന്ന ആൾക്കാർക്കുള്ളതാണ്. നിങ്ങളുടെ A ടീമിൽ ഒരെണ്ണം കൊടുത്തു, B ടീമിൽ ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ 750 + 750 1500 രൂപ അഡീഷണൽ വേറെ കിട്ടും. അങ്ങനെ 3480. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 9995 ഒരു പ്രൊഡക്റ്റ് ഞാൻ A ടീമിലും ഒരു പ്രൊഡക്റ്റ് ഞാൻ B ടീമിലും വിത്തിൻ 1 വീക്ക് ഒരാഴ്ചക്കുള്ളിൽ കൊടുത്താൽ എന്റെ അക്കൗണ്ടിലേക്ക് വരുന്നത് 3480 രൂപയാണ്. ഇനി നിങ്ങൾ എപ്പോ കൊടുത്താലും 1980 എന്തായാലും കിട്ടും. ക്ലിയർ? ഇനി അടുത്ത പ്രൊഡക്റ്റ് 10499 സിംഗിൾ പ്രൊഡക്റ്റ്. ഒരു വീട്ടിലേക്ക് ഒരു വ്യക്തിക്ക് വേണ്ട A to Z സാധനങ്ങൾ, മാട്രസ് പാടുണ്ട്, പില്ലോ പാടുണ്ട്, വാട്ടർ എനർജി പാടുണ്ട്, അതുപോലെ തന്നെ പെയിൻ റിലീഫ് ബാൻഡ് ഉണ്ട്, ബ്രേസ്ലെറ്റ് ഉണ്ട്. ഇത്ര ഐറ്റംസ് ഒരു വ്യക്തിക്ക് വേണ്ട സിംഗിൾ പ്രൊഡക്റ്റ്. അതിന്റെ PV ഞാൻ പറഞ്ഞു 3500 PV ആണ്. അതിന്റെ പ്രൊമോഷൻ ബോണസ് ഞാൻ നേരത്തെ പറഞ്ഞു 780 ആണ്. അങ്ങനെ ഞാൻ A ടീമിൽ ഒരെണ്ണം വെച്ചു. ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത് കൊടുക്കുന്നത്. ഒരു കണ്ടീഷനിലോട്ടോ, നിങ്ങൾ മനസ്സിലാക്കണം. ഒരെണ്ണം ഞാൻ കൊടുത്തു, 6 മാസത്തിന് ശേഷം ഞാൻ മറ്റൊരെണ്ണം കൊടുക്കാൻ തയ്യാറായി. എപ്പോ കൊടുത്താലും കിട്ടും. 3500 PV + 3500 7000 ഇൻറ്റു 0.33 2310 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. ഈ 2310 മാത്രമല്ല, നിങ്ങൾ വിത്തിൻ 1 വീക്കാണ് കൊടുക്കാൻ തയ്യാറാവുന്നതെങ്കിൽ ഈ 2310 കൂടെ ഒരു 1500 രൂപ കൂടി അഡീഷണൽ കിട്ടും. അങ്ങനെ 3810 രൂപ കിട്ടും. ക്ലിയർ? അങ്ങനെ അടുത്തത്, ഇത് എല്ലാം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യട്ടെ. ഇത് ഒരു റിസ്ക് ഉള്ള കാര്യമല്ല. നിങ്ങൾക്ക് ആ PV മാത്രം അറിഞ്ഞിരുന്നാൽ മതി. PV അറിഞ്ഞിരിക്കുക, ഡയറക്റ്റ് റെഫറൽ ബോണസ് എത്രയെന്ന് അറിഞ്ഞിരിക്കുക. 13100 പാക്ക് ആണെങ്കിൽ സെയിം ആണ്. നമുക്ക് ഡയറക്റ്റ് റെഫറൽ 780 ആണ്. ഇതിന്റെ PV എന്ന് പറയുന്നത് 4000 ആണ്. അപ്പൊ 4000 + 4000 8000 ഇൻറ്റു 0.33 ഏകദേശം 2640 രൂപ. എപ്പോ കൊടുത്താലും കിട്ടുമെന്ന്. നിങ്ങൾ കുറച്ചും കൂടി ബ്രില്യന്റ് ആണ്. ഒരു മാസത്തിന് ഒരാഴ്ചക്കുള്ളിൽ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഒരു 1500 കൂടി അഡീഷണൽ കിട്ടും. അങ്ങനെ 4110
പാക്കേജ്, 16,000 പാക്കേജ്. 16,000 എന്ന് പറഞ്ഞാൽ 7,500 PV, നമ്മുടെ ഹയസ്റ്റ് പാക്കേജ് 7,500 PV. ശ്രദ്ധിച്ചോ, 16,000 രൂപയുടെ 2 പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കാൻ പോയിട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു? 16,000 ഒരു പ്രൊഡക്റ്റ് ഞാൻ കൊടുത്തു. ഞാൻ അടുത്തത് എന്ന് കൊടുത്താലും 16,000 PV എന്ന് പറഞ്ഞാൽ 7,500. 7,500 പ്ലസ് 7,500 15,000 ഇൻറ്റു 0.33 4,950. സുഹൃത്തെ, 16,000 രൂപയുടെ 2 പ്രൊഡക്റ്റ്, വെറും 2 പ്രൊഡക്റ്റ്, ഒരു പെയർ പ്രൊഡക്റ്റ് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഇന്നൊരെണ്ണം കൊടുത്തു, ഒരു വർഷം കഴിഞ്ഞിട്ട് അടുത്ത കൊടുത്താലും 4,950 രൂപ അക്കൗണ്ടിൽ കയറും. ഇന്ത്യയുടെ ചരിത്രത്തിൽ കിട്ടിയിട്ടില്ല ഇത്രയും വരുമാനം. ഒരു കണ്ടീഷനും ഇല്ല, ടൈം ലിമിറ്റ് ഇല്ല. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് നിങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ ഡയറക്റ്റ് കൊടുക്കാൻ നിങ്ങൾ ബ്രില്യന്റ് ആണെങ്കിൽ ഈ 4,950 കൂടെ ഒരു 2,000 കൂടി അഡീഷണൽ കിട്ടുമെന്ന്. 6,950 രൂപ. കാര്യം ബിഗിനേഴ്സ്, തുടക്കക്കാരെ ഏറ്റവും നന്നായിട്ട് പരിഗണിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണ് MR മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കാര്യം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സെയിൽസിലേക്ക് വരുന്നത്, ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കുന്നത് തുടക്കക്കാരാണ്. ആ തുടക്കക്കാര് അത് എത്തിക്കാൻ തയ്യാറാണെങ്കിൽ വിത്തിൻ 1 വീക്ക് ആണെങ്കിൽ അവർക്കൊരു 2,000 രൂപ എക്സ്ട്രാ കൊടുക്കും. അങ്ങനെ 16,000 2 പ്രൊഡക്റ്റ് നമ്മൾ കൊടുത്താൽ 6,950 രൂപ വരുന്ന ഇന്ത്യയിൽ ഒരേ ഒരു പ്രൊജക്റ്റ് ആണ്. ഇനി 17,000 ആണെങ്കിലോ സെയിം, ഇതിന്റെ PV 7,500 ആണ്. അപ്പോൾ നമ്മൾ എന്ന് കൊടുത്താലും 4,950 കിട്ടും, പ്ലസ് എക്സ്ട്രാ 2,000 കിട്ടും, 6,950. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്ന് കൊടുത്താലും 4,950 കിട്ടും. ഒരാഴ്ചക്കുള്ളിൽ കൊടുത്ത് 2,000 രൂപ എക്സ്ട്രാ കിട്ടും. കാര്യം പ്രൊമോഷണൽ ബോണസും കൂടി കിട്ടും. ഇനി 18,000 ആണെങ്കിലോ സെയിം, അതിന്റെ PV 7,500 ആണ്. അപ്പോൾ അതും 4,950 കിട്ടും. എന്ന് കൊടുത്താലും കിട്ടും, കണ്ടീഷൻ ഇല്ല. ഇനി നിങ്ങൾക്ക് വിത്തിൻ 1 വീക്ക് കൊടുക്കാൻ പറ്റിയാൽ 2,000 രൂപ എക്സ്ട്രാ കിട്ടും. ഇനി 18,500 പാക്കേജ് ആണെങ്കിലോ നമ്മുടെ ഡബിള് D2, 2 സിംഗിളിന്റെ ഡബിള് സെയിം, അതിനും 7,500 PV ആണ്. 7,500 പ്ലസ് 7,500 15,000 ഇൻറ്റു 0.33 4,900. എന്ന് കൊടുത്താലും 4,950. ഇതും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ കുറച്ചും കൂടി ബ്രില്യന്റ് ആണ്, നിങ്ങളൊരു തുടക്കക്കാരനാണ്, നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ ഒരെണ്ണം കൂടി കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എക്സ്ട്രാ നമുക്ക് 2,000 കൂടി 6,950. ഇനി 18,500 പ്രൊഡക്റ്റ് ആണെങ്കിലോ സെയിം 6,950 ടോട്ടല്. ഇനി 23,000 ആണെങ്കിൽ കുറച്ചും കൂടി കളി മാറി. കാര്യം 10,000 PV ആണ്. 10,000 PV പ്ലസ് 10,000 20,000 PV ഇൻറ്റു 0.33 6,600 രൂപ. എന്ന് വെച്ചാൽ എപ്പോൾ മാച്ച് ചെയ്താലും 23,000 2 പ്രൊഡക്റ്റ് മാച്ച് ചെയ്താൽ 6,600 രൂപ മാച്ചിങ് ബോണസ് കിട്ടും. ഈ 6,600 കൂടെ ഇതിന്റെ ഡയറക്റ്റ് ബോണസ് എന്ന് പറഞ്ഞാൽ 1,500 ആണ്. 1,500 പ്ലസ് 1,500 3,000 ആണ്. അങ്ങനെ 9,600 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. ഒന്ന് ആലോചിച്ച് നോക്കി, 23,000 2 പ്രൊഡക്റ്റ് കൊടുത്താൽ 9,600 രൂപ. ഓക്കെ, ഇനി 33,000 ആണെങ്കിൽ ഫൈനലാണ്. 33,000 ആണെങ്കിൽ ഇതിനും 10,000 PV ആണ്. 10,000 PV പ്ലസ് 10,000 PV 20,000. 20,000 ഇൻറ്റു 0.33 സെയിം 6,660. പക്ഷേ ഇതിലൊരു ചെറിയ മാറ്റം കൂടി ഉണ്ട്. കാര്യം ഡയറക്റ്റ് റെഫറൽ ബോണസ് എന്ന് പറഞ്ഞാൽ 33,000 2,000. 2,000 പ്ലസ് 2,000 4,000. അങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ 2 33,000 പ്രൊഡക്റ്റ് റെഫർ ചെയ്താൽ 10,600 രൂപ കിട്ടും. ക്ലിയർ? 10,600 രൂപ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ റെഫർ ചെയ്താൽ ഈ രീതിയിലാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. ഏകദേശം ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതിനൊരു സീലിംഗ് ലിമിറ്റ് ഉണ്ട്. നമ്മുടെ മാക്സിമം ബോണസിന്റെ സീലിംഗ് ലിമിറ്റ് നമുക്ക് 2 കട്ട് ഓഫാ. വൈകിട്ട് 5 മണി മുതൽ രാത്രി 5 മണി വരെ, രാവിലെ 5 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഒരു കട്ട് ഓഫാ. വൈകിട്ട് 5 മണി മുതൽ വെളുപ്പിന് 5 മണി വരെ അടുത്ത കട്ട് ഓഫാ. ഈ 2 കട്ട് ഓഫിനുള്ള വരുമാനം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യും. രാവിലെ 5 മണിക്ക് കണക്കും കാര്യങ്ങളും ക്ലോസ് ചെയ്യും. ഉച്ച കഴിഞ്ഞ് ഒരു 4 മണിക്ക് മുമ്പായിട്ട് അക്കൗണ്ട് ഇട്ട് തരും. ഡെയിലി ഇൻകം. ക്ലിയർ? എന്ന് വെച്ചാൽ എല്ലാ ദിവസവും വരുമാനം കിട്ടും. എല്ലാ ദിവസവും എപ്പോ കിട്ടും? വൈകിട്ട് 4 മണിക്ക് മുമ്പ് നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് കയറും. വെളുപ്പിന് 5 മണിക്ക് കണക്ക് നോക്കും, അന്ന് തന്നെ വൈകിട്ട് 4 മണിക്ക് മുമ്പ് നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ട് വരും. അങ്ങനെ മാക്സിമം ബോണസിന്റെ സീലിംഗ് എന്ന് പറഞ്ഞാൽ 12 മണിക്കൂറിൽ 5,000, നെക്സ്റ്റ് 12 മണിക്കൂറിൽ 5,000, അങ്ങനെ 10,000. കഴിഞ്ഞില്ല, ഡെയിലി അടുത്തൊരു വരുമാനമുണ്ട്. അതാണ് ഡെയിലി പെർഫോമൻസ് ബോണസ്. ഡെയിലി പെർഫോമൻസ് ബോണസ് എന്ന് പറഞ്ഞാൽ
ഇതിലൊരു സൈക്കിൾ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ 5x5 5x5. ഇതിൽ സൈക്കിൾ നോക്കും. മറ്റേതിൽ നമ്മള് ഇതിന്റെ അകത്ത് പ്രത്യേകത, നമ്മുടെ A ടീമിൽ ഒരു 2 സെയിൽ വന്നു, B ടീമിൽ ഒരു 2 സെയിൽ വന്നു. എനി PV 1000 PV ആകാം, 3000 PV ആകാം, 3500 PV ആകാം, 4000 PV ആകാം, 7500 PV ആകാം, 10000 PV ആകാം. എനി PV നമ്മുടെ A ടീമിൽ ഒരു സെയിൽ വന്നു, B ടീമിൽ വന്നു. അങ്ങനെ ഒരു 12 മണിക്കൂറിൽ A ടീമിൽ 2 സെയിൽ വന്നു, B ടീമിൽ 2 സെയിൽ വന്നു. നമുക്ക് മാച്ചിങ് ബോണസ് കിട്ടും. അത് കൂടാണ്ട് ഒരു 1000 കൂടി കിട്ടും. അതാണ് ഡെയിലി പെർഫോമൻസ് ബോണസ്. 2 വന്നാൽ 1000, 4 വന്നാൽ 3000, 8 വന്നാൽ 5000, 10 വന്നാൽ 7000. ഈ 10 എന്ന് പറഞ്ഞാൽ 10 സെയിലാണ്. എനി PV ആകാം. 10 വന്നാൽ 7000. അങ്ങനെ ഒരു 12 മണിക്കൂറിൽ 7000 രൂപ ഡെയിലി പെർഫോമൻസും 5000 മാച്ചിങ് ബോണസും കൂട്ടി 7 5 12000 രൂപ ഒരു 12 മണിക്കൂർ കിട്ടും. അങ്ങനെ ഒരു ദിവസം 12000 പ്ലസ് 12000 24000 രൂപ നമുക്ക് ഒരു ദിവസം കിട്ടും. എന്ന് വെച്ചാൽ 5000 രൂപ ഒരു 12 മണിക്കൂറിൽ നമുക്ക് സീലിംഗ് ആണ്. മാച്ചിങ് ബോണസിൽ നമുക്ക് പെർഫോമൻസ് ബോണസ് കിട്ടുന്നത് അഡീഷണൽ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് റെഫറൽ ബോണസ് കിട്ടുന്നതും അഡീഷണൽ ആണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മള് ഈ ഒരു യാത്രയില് നമ്മൾ ഇന്നലെ ഇങ്ങനെ തുടങ്ങി, നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ ഒരു യാത്രയില് നമ്മുടെ A ടീമില് ഒരു 30ഓളം വ്യക്തികള് 7500 PVയുടെ എടുത്തു. നമ്മുടെ B ടീമിലും ഒരു 30ഓളം വ്യക്തികള് 7500 PVയുടെ പ്രൊഡക്റ്റ് എടുത്തു. ഈ ഒരു ടൈമില് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഡയറക്റ്റ് ഒരു 3 പേരെ A ടീമിൽ സ്പോൺസർ ചെയ്യുക, ഒരു 3 പേരെ B ടീമിൽ സ്പോൺസർ ചെയ്യുക 7500 PVയുടെ. ഇനി 4000 രൂപയുടെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ആ സമയത്ത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്താൽ മതി. ഇതിന്റെ കാൽക്കുലേഷൻ ഇതാണ്: ഒരു 30 പേര് 7500 PVയുടെ A ടീമിലും ഒരു 30 പേര് 7500 PVയുടെ B ടീമിലും വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ A ടീമിൽ ഒരു 3 പേരെ ഡയറക്റ്റ് റെഫറൽ ചെയ്തിരിക്കണം. B ടീമിൽ ഒരു 3 പേരെ ഡയറക്റ്റ് റെഫറൽ ചെയ്താൽ നമ്മുടെ റാങ്ക് ഒന്ന് ചേഞ്ച് ആകും. നമ്മൾ SP നിന്നിട്ടുള്ള ആൾക്കാര് SH എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്തും. സെയിൽസ് ഹെഡ് SHലേക്ക് വന്നാൽ ചെറിയൊരു മാറ്റമുണ്ട്. നമുക്ക് 12 മണിക്കൂറിൽ 5000 ആണ് സീലിംഗ് എങ്കിൽ ഇത് 12 മണിക്കൂറിൽ 7500 ആയിട്ട് മാറും. നമ്മുടെ ഡെയിലി പെർഫോമൻസ് ബോണസ് SP-യിൽ 2 വന്നപ്പോൾ 1000 കിട്ടി. SH-ലും 2 വന്നാൽ 1000. SP-യിൽ 4 വന്നപ്പോൾ 3000 കിട്ടി. SH-ൽ 4 വന്നപ്പോൾ 4000. SH-ൽ SP-യിൽ 8 വന്നപ്പോൾ 5000 കിട്ടി. SH-ൽ 8 വന്നപ്പോൾ 6000. SP-യിൽ 10 സെയിൽ വന്നപ്പോൾ 7000 കിട്ടി. SH-ൽ 10 സെയിൽ വന്നപ്പോൾ 9000. അങ്ങനെ ഒരു 12 മണിക്കൂറിൽ 9000 പ്ലസ് 7500 16500. അങ്ങനെ ഒരു ദിവസം 33000. എന്ന് വെച്ചാൽ സെയിൽസ് പ്രൊമോട്ടർ എന്ന് പറയുന്ന റാങ്കിൽ നമുക്ക് ഒരു ദിവസം 24000 ആണെങ്കിൽ നമ്മൾ SH എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ദിവസം 33000 ആയിട്ട് ഇൻക്രിമെന്റ് വരും. ഇത് വരാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആണ്. നമ്മുടെ ടീമിലൂടെ 30 പേര് 7500 PVയുടെ ലെഫ്റ്റിലും എടുക്കുന്നു, 30 പേര് റൈറ്റിലും എടുക്കുന്നു. ആ ഒരു ടൈമില് നമ്മളൊരു 3 പേരെ ഡയറക്റ്റ് റെഫറൽ കൊടുത്തേക്കുക 7500 PVയുടെ. ഇത് നടക്കും. നമ്മുടെയൊക്കെ ഫസ്റ്റ് ഫോക്കസ് എന്താവണം? SH ആവണം. ഒരു മോട്ടിവേഷൻ അല്ലേ? ഈ ബിസിനസ് ചെയ്യുന്ന ഒരു ത്രില്ലല്ലേ? കാര്യം ഡെയിലി 24000 കിട്ടുന്ന സ്ഥാനത്ത് 33000ത്തിലേക്ക് വരുമെന്നുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ബിസിനസ് ചെയ്യാനായിട്ട് ഇഷ്ടം. ഒരു ത്രില്ല് ഉണ്ടാവണം, നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവണം. ഫസ്റ്റ് നമുക്കൊരു ലക്ഷ്യം വെക്കാൻ പറ്റണം. അടിക്കണം, SH അടിക്കണം, ഫാസ്റ്റ് ആയിട്ട് അടിക്കണം. ആ മൈൻഡ് സെറ്റിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഡെയിലി വരുമാനം, ഇതാണ് ഡെയിലി വരുമാനം. ആ ഡെയിലി വരുമാനം നമുക്ക് 2 എണ്ണമാണ്. ഡെയിലി മാച്ചിങ് ബോണസ് ഉണ്ട്, നമുക്ക് ഡെയിലി പെർഫോമൻസ് ബോണസ് ഉണ്ട്. അടുത്തൊരു കാറ്റഗറി വീക്കിലി വരുമാനം, ആഴ്ചയിൽ കിട്ടുന്ന വരുമാനം ഞാൻ പറയാൻ പോകുന്നു. കാര്യം ഇത് ഡെയിലി എല്ലാ ദിവസവും കിട്ടും കേട്ടോ. ഇന്ന് ക്ലോസ് ചെയ്താൽ നാളെ കിട്ടും, നാളെ ക്ലോസ് ചെയ്താൽ മറ്റന്നാൾ കിട്ടും, മറ്റന്നാൾ ക്ലോസ് ചെയ്താൽ അതിന്റെ പിറ്റേ ദിവസം കിട്ടും. എല്ലാ ദിവസവും കാശ് കിട്ടും. പണിയെടുക്കണമെന്ന് മാത്രം. ഞാൻ പണിയെടുക്കണമെന്ന് എനിക്ക് എല്ലാ ദിവസവും പൈസ ഉണ്ട് കേട്ടാ. നിങ്ങളും പണിയെടുത്താൽ കിട്ടും. ആഴ്ചയിൽ വരുമാനം കഴിഞ്ഞില്ല. ഇത് ഭയങ്കര പ്രത്യേകതയുള്ള ഒരു പ്ലാനാ. കാര്യം ആഴ്ചയിൽ വരുമാനം കിട്ടുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങളുടെ A ടീമില് ഒരു 30000 PV വന്നു, നിങ്ങളുടെ B ടീമില് ഒരു 30000 PV ഒരാഴ്ചയില്. ഇതിന്റെ കാൽക്കുലേഷൻ വരുന്നത് തിങ്കളാഴ്ച തൊട്ട് ഞായറാഴ്ച വരെ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, അങ്ങനെ 7 ദിവസം കാൽക്കുലേറ്റ് ചെയ്യും. ഈ ഞായറാഴ്ച വരെയുള്ള PV നോക്കിയിട്ട് 30000 A ടീമിലും 30000 B ടീമിലും വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ 10% 3000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് വരും. ക്ലിയർ? അതിൽ ഏകദേശം 12% ടാക്സ് പിടിച്ചിട്ട് 2640 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് വരും. ഇനി നമ്മുടെ A ടീമില് 70000
ഫേസ്ബുക്കിന്റെ ID തുടങ്ങുന്നതിനേക്കാൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ID ചെയ്യാം. അത്രയും സിമ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ സെയിൽ കണ്ടിന്യൂസ് വരും. അങ്ങനെ A ടീമിൽ ഒരു 4 സെയിൽ, B ടീമിൽ ഒരു 4 സെയിൽ, 7500 PV ആയാലും 30,000 ആയി. ഇത് വലിയ കാര്യമൊന്നുമല്ല. ആ 30,000 PV മാച്ച് ആയാൽ 10% 3000 കിട്ടും. ഇനി 70,000 മാച്ച് ആവുന്നതെങ്കിൽ അതിന്റെ 12%, 8,400 കിട്ടും. ഇനി 1,75,000 1,75,000 ഒരാഴ്ചക്കുള്ളിൽ മാച്ച് ആവുന്നതെങ്കിൽ അതിന്റെ 15%, 26,250 കിട്ടും. ഇനി 3 ലക്ഷം മാച്ച് ആവുന്നതെങ്കിൽ അതിന്റെ 18%, 63,000 കിട്ടും. 7 ലക്ഷം PV ആണ് മാച്ച് ആവുന്നതെങ്കിൽ അതിന്റെ 20%, 1,40,000 കിട്ടും. സുഹൃത്തെ, ഈ 7 ലക്ഷം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ വണ്ടടിക്കേണ്ട ആവശ്യമില്ല. 100 സെയിലിൽ താഴെ വരുള്ളൂ 7 ലക്ഷം എന്ന് പറഞ്ഞാൽ. ക്ലിയർ ഇല്ലേ? ഈ 7,500 PV തന്നെ 100 തന്നെ ആയിക്കഴിഞ്ഞാൽ 7 ലക്ഷമായി. 100 സെയിലിൽ താഴെ വരുള്ളൂ. ഉറപ്പാണ്. ഇതിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ ഈ 100 സെയിൽ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ വരും. ഉറപ്പാണ്. വലിയ കാര്യമില്ലെന്ന്. 100 സെയിൽ നമ്മുടെ A ടീമിലും B ടീമിലും ഒരാഴ്ചയിൽ മാച്ച് ആയിട്ടുണ്ടെങ്കിൽ 1,40,000 രൂപ നമുക്ക് കിട്ടുന്നത് കൂടാണ്ട്, മാച്ചിങ് ബോണസ് കിട്ടുന്നത് കൂടാണ്ട് എക്സ്ട്രാ തരുന്ന. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യയിൽ ഒരുപാട് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുണ്ട്. നമുക്കറിയാം ഇവർക്ക് എല്ലാവർക്കും ഡെയിലി കട്ട് ഓഫ് ഉണ്ട്. ആ കട്ട് ഓഫില് നമുക്ക് വാഷ് ഔട്ട് ഉണ്ട്. നമുക്ക് ഇത്ര രൂപ മാത്രമേ വരുമാനം കിട്ടൂ, അതിന്റെ അപ്പുറത്തേക്ക് കിട്ടത്തില്ല. ശരിയാണ്, ആ അപ്പുറത്തേക്ക് കിട്ടുന്നത് കമ്പനിയുടെ വരുമാനമാണ്. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത, നമുക്ക് വാഷ് ഔട്ട് ആവുന്നതും കൂടി ഇവർ ഒരാഴ്ചയിൽ അത് ഇങ്ങനെ കൂട്ടിവെക്കും. എന്നിട്ട് ആഴ്ചയില് അതിന്റെ ഒരു പെർസെന്റേജും കൂടി നമുക്ക് തരാൻ തയ്യാറാവും. എന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി കിട്ടുന്നത് കൂടാണ്ട് ആഴ്ചയിൽ ഒരു 1,40,000 വരെ എക്സ്ട്രാ കിട്ടും. അങ്ങനെ മാസത്തിൽ ഏകദേശം 5,60,000 രൂപ നമുക്ക് അതും ഏൺ ചെയ്യാം. എന്ന് വെച്ചാൽ ഡെയിലി കിട്ടുന്നത് മര്യാദക്ക് ചെയ്താൽ ആഴ്ചയിൽ കിട്ടുന്നത് ബോണസാണ്. ക്ലിയർ ആയില്ലേ? പണി എടുക്കുന്നവരുടെ ക്യാഷ് കിട്ടും. ആത്മാർത്ഥമായിട്ട് നമുക്ക് നെഞ്ചിൽ കൈവച്ച് ചെയ്യാം. കാര്യം നമുക്കൊരു ത്രില്ലുണ്ട്, ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാര്യം ആ ടീമിൽ സെയിൽ വരാൻ വേണ്ടി നമ്മൾ ടീമിന് വേണ്ടി വർക്ക് ചെയ്യും. നമ്മുടെ ടീമിലുള്ള ഓരോരുത്തർക്കും വേണ്ടി നമ്മൾ ഓടി നടക്കും. കാരണം നമ്മുടെ കൂടെയുള്ള ഒരു വരുമാനം കിട്ടിയാൽ, അവന് വരുമാനം കിട്ടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ എന്റെ കൂടെയുള്ള വ്യക്തിക്കും വരുമാനം കിട്ടും. അവൻ എത്രത്തോളം വരുമാനം ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നു അതിനെനിക്ക് ഡെയിലി ഇൻകം കിട്ടും. അതെല്ലാം കൂടി കൂട്ടി നോക്കി ആഴ്ചയിൽ ഒരു വരുമാനം കൂടി കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എന്റെ പ്രവർത്തനം അതിശക്തമാവും. ഞാൻ ഇന്ത്യ എന്ന് പറഞ്ഞത് നമ്മൾ ഓരോരുത്തരെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ്. ക്ലിയർ ആയില്ലേ? കാര്യം ആഴ്ചയിൽ കൂടി കിട്ടുമെങ്കിൽ നമ്മൾ അത്രയും ഓടുന്നു. നമ്മൾ വെറുതെ ഇരിക്കില്ല. ഒരു ദിവസം നമ്മൾ വെറുതെ ഇരിക്കില്ല. അടുത്തത് ആഴ്ചയിൽ കിട്ടുന്ന അടുത്തൊരു വരുമാനം, റീപർച്ചേസ് ഇൻകം. ഞാൻ ഈ ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റി എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഹരി നീ ഇത്രയും പഠിച്ചതല്ലേ, നീ ഡിപ്ലോമ കഴിഞ്ഞു, ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു, ബിടെക് കഴിഞ്ഞു, 3-4 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, എന്നിട്ട് അതൊക്കെ വിട്ടിട്ട് നീ എന്തിനാണ് ഈ ഡയറക്ട് സെല്ലിംഗ് എന്നും പറഞ്ഞ് നടക്കുന്നത്, ഈ ബെഡും തൂക്കി പിടിച്ച് നടക്കുന്നത്? കാര്യം ഇവർക്ക് ഇതിന്റെ പവർ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാ. നമ്മൾ ഇതിനെ പറ്റി പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ് നമുക്കൊരു ബിസിനസ് ആയിട്ട് ചെയ്യാം. കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ലൈഫ് സെറ്റിൽ ചെയ്യാം. റിട്ടയർമെന്റ് വേണമെങ്കിൽ എടുക്കാം. ഒരു 5 വർഷം വളരെ സീരിയസ് ആയിട്ട് നമ്മളിത് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് റിട്ടയർമെന്റ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാം. പക്ഷേ ഏത് ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റി പഠിച്ചാലും, ഏത് ബുക്ക് നോക്കിയാലും, ഏത് യൂട്യൂബ് ചാനൽ നോക്കിയാലും അതിലെല്ലാം വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, റിക്രൂട്ട്മെന്റ് മാത്രമായിട്ട് ഒതുങ്ങി പോകരുത്, റീപർച്ചേസ് ഉണ്ടാവണം. റിക്രൂട്ട്മെന്റ് മാത്രമായിട്ട് ഒതുങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് നിലനിൽപ്പില്ല. റിക്രൂട്ട്മെന്റിനൊപ്പം റീപർച്ചേസ് കൃത്യമായിട്ട് പാരലായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന പ്രൊജക്റ്റുകളാണ് ഇന്ത്യയിൽ റെവല്യൂഷൻ ഉണ്ടാക്കുന്നത്. സുഹൃത്തെ, എന്തുകൊണ്ട് MR മാർക്കറ്റിംഗ് ഹരി ചൂസ് ചെയ്യുന്ന ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരം, റിക്രൂട്ട്മെന്റ് മാത്രമല്ല റീപർച്ചേസും കൂടി ഒരുപോലെ കൊണ്ടുപോകുന്ന ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് കമ്പനിയാണ് MR മാർക്കറ്റിംഗ്. നിങ്ങൾ മനസ്സിലാക്കണം, പഠിക്കണം. റിക്രൂട്ട്മെന്റ് മാത്രം ഒതുങ്ങുന്നില്ല, അതിന്റെ ഒപ്പം റീപർച്ചേസ് നാളെ വരുമെന്നല്ല, ഇന്നുണ്ട്. പ്രൊഡക്റ്റുകൾ നാളെ വരുമെന്നല്ല, ഇന്നുണ്ട്. പ്രൊഡക്റ്റുകളുടെ വില നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. പോയിന്റ്. ഇവിടെ 48 രൂപയുടെ സോപ്പുണ്ട്, അതിന്റെ DP 40 രൂപയുള്ളു. 100 രൂപയുടെ സോപ്പുണ്ട്, അടുത്ത് കുറച്ചുകൂടി വാങ്ങണോ അത് വാങ്ങാം. ഇവിടെ പേസ്റ്റ് ഉണ്ട്, ബ്രഷ് ഉണ്ട്, ഫേസ് വാഷ് ഉണ്ട്, ലിപ് ബാം ഉണ്ട്, ലേഡീസിന് യൂസ് ചെയ്യാം. ലിപ് ബാം ഉണ്ട്, ഹെയർ ഓയിൽ ഉണ്ട്, ഹെയർ ഷാമ്പു ഉണ്ട്, ടോയ്ലറ്റ് ക്ലീനർ ഉണ്ട്, ഡിഷ് വാഷ് ഉണ്ട്, എല്ലാം ഉണ്ട്.
നാഷണൽ സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ് ഉള്ള പ്രൊഡക്റ്റുകൾ അതിന്റെ ബോട്ടിലുണ്ട്, അല്ലാണ്ട് അവിടെ ഇവിടെ ഉണ്ടെന്നല്ല, അതിന്റെ ബോട്ടിലിൽ വെച്ചിട്ടുണ്ട്. വെൽനസ് പ്രൊഡക്റ്റുകൾ, ഇപ്പൊ നിങ്ങൾക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, തൈറോയ്ഡ്, വെരിക്കോസ്, നമുക്കറിയാം ബയോ മാഗ്നറ്റിക് പ്രൊഡക്റ്റുകളാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ബയോ മാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റുകളാണ്, അത് വെർത്ത് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. പക്ഷേ നമ്മളെല്ലാവരും അതിൽ പറയുന്ന ഒരേ ഒരു കാര്യം, നിങ്ങൾ ബയോ മാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട്, നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആകും, നിങ്ങൾ ഓക്സിജൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും, അതിലൂടെ അസുഖം മാറാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇത് എന്ന് മാറുമെന്ന് നമുക്ക് അറിയാൻ പാടില്ല. കാര്യം ടോട്ടൽ ബോഡി ആ രീതിയിലേക്ക് ചേഞ്ച് ആയിട്ട് നമ്മുടെ ടോക്സിൻസ് ഒക്കെ വെളിയിൽ പോയിട്ട് നമ്മുടെ അസുഖം മാറണം. അങ്ങനെ ഒരുപാട് റിസൾട്ടുകൾ കിട്ടിയ ഒരു പ്രൊഡക്റ്റ് ആണ് ബയോ മാഗ്നറ്റിക് പ്രൊഡക്റ്റ്. അതിന്റെ കൂടെ ഇപ്പൊ ഒരു കിഡ്നി സ്റ്റോൺ ഉള്ള വ്യക്തി, എനിക്ക് അദ്ദേഹത്തിന് ബയോ മാഗ്നറ്റിക് പ്രൊഡക്റ്റ് കൊടുക്കുന്നതിന്റെ കൂടെ എനിക്കൊരു കിഡ്നി സ്റ്റോണിന്റെ ഒരു വെൽനസ് പ്രൊഡക്റ്റ്, മരുന്നല്ല, മെഡിസിൻ അല്ല, ഫുഡ് സപ്ലിമെന്റ് ആണ്, സമീകൃത ആഹാരം, സൈഡ് എഫക്റ്റ് ഇല്ല, അതും കൂടി കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ റിസൾട്ട് ഫാസ്റ്റ് ആയിരിക്കും. പൈൽസ് ഉള്ള വ്യക്തി, അദ്ദേഹത്തിന് ബയോ മാഗ്നറ്റിക് പ്രൊഡക്റ്റ് കൊടുക്കുന്നതിനൂടെ പൈൽസിന്റെ ഒരു പ്രൊഡക്റ്റും കൂടി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഉള്ളിൽ കഴിക്കേണ്ട സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് കൂടി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ റിസൾട്ട് ഫാസ്റ്റ് ആയിരിക്കും. തൈറോയ്ഡ് ഉള്ള വ്യക്തി കൊടുക്കാം. അങ്ങനെ എല്ലാവർക്കും വേണ്ട ഫുഡ് സപ്ലിമെന്റുകളും അവൈലബിൾ ആണ്. അത് നമുക്ക് റീപർച്ചേസിലൂടെ ചെയ്യാം, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അങ്ങനെ വീക്കിലി ഇൻകം ആണ് ഞാൻ പറയാൻ പോകുന്നത്. റീപർച്ചേസ് ഇൻകം സിമ്പിൾ ആണ്. നിങ്ങളൊരു ഡയറി പെൻ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്താൽ കൃത്യമായിട്ട് ക്ലിയർ ആവും. കേട്ട് മാത്രം ഇരുന്നാൽ എങ്ങനെ ക്ലിയർ ആവും എനിക്കറിയില്ല. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. റീപർച്ചേസ് വീക്കിലി ഇൻകം എന്ന് പറയുന്നത് റീപർച്ചേസിന്റെ ലെവൽ ഇൻകം ആണ്. ലെവൽ ഇൻകം റീപർച്ചേസിൽ ഒരു 9 ലെവലിൽ നമുക്ക് ഇൻകം കിട്ടും. ഈ റീപർച്ചേസിന്റെ ലെവൽ ഇൻകം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ലൈഫിൽ ഒരേ ഒരു തവണ ഒരു 5000 BVയുടെ പർച്ചേസ് കംപ്ലീറ്റ് ചെയ്യണം. 5000 BV, മറ്റേത് PV ആണ്, റീപർച്ചേസിൽ BV ആണ്. 5000 BV മീൻസ് അറൌണ്ട് ഒരു 15000 രൂപയുടെ അടുത്ത് വരും. ക്ലിയർ? ഈ 5000 BV എന്ന് പറയുമ്പോഴത്തേക്കും സോപ്പ് 48 രൂപ അതിന്റെ CP കസ്റ്റമർ പ്രൈസ് 10 BV ആണ്. ഇപ്പൊ ഒരു കിഡ്നി സ്റ്റോണിന്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പൈൽസിന്റെ പ്രൊഡക്റ്റ് 720 രൂപ കസ്റ്റമർ പ്രൈസ്, 250 BV ആണ്. അതുപോലെ തന്നെ നമ്മുടെ ടോയ്ലറ്റ് ക്ലീനർ, ഡിഷ് വാഷ്, ഫേസ് വാഷ്, ഹെയർ ഓയിൽ, ആന്റി ഡാൻഡ്രഫ് ഷാംപൂ, പേസ്റ്റ്, ബ്രഷ്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മാസം സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ ഒരു മാസം ഇവിടെ നിന്ന് വാങ്ങുക. സിമ്പിൾ ആണ്. ഒന്നെങ്കിൽ ഒറ്റയടിക്ക് പർച്ചേസ് ചെയ്യാം. ഞാൻ ഒറ്റയടിക്ക് പർച്ചേസ് ചെയ്തിട്ടേ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കലണ്ടർ മാസത്തിൽ കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പൊ ജൂലൈ മാസമാണ്, ജൂലൈ 1 മുതൽ 31 വരെ നിങ്ങൾ കുറച്ച് വാങ്ങിയിട്ട് നിങ്ങൾ 5000 BV എത്തിച്ചാൽ മതി. അല്ലെങ്കിൽ ഒറ്റയടിക്ക് എത്തിക്കാം. ഇപ്പൊ ഒരു ഓഫർ കിടപ്പുണ്ട്. നിങ്ങൾ ഈ ജൂലൈ 5 കാര്യം ലോഞ്ചിങ് ആണല്ലോ, ജൂലൈ 5-ാം തീയതിക്ക് മുമ്പാണ് നിങ്ങൾ ഈ 5000 BV കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റും കിട്ടും. ആ പ്രൊഡക്റ്റിന്റെ കൂടെ 10,499 ഒരു സിംഗിൾ ഫുൾ കിറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. എനിക്ക് കിട്ടി, എനിക്ക് ഇന്ന് വന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാ. കാരണം ഞാൻ 5000 BVയുടെ റീപർച്ചേസ് ചെയ്തു. 15,000 രൂപയുടെ എനിക്കൊരു 10,500 രൂപയുടെ സാധനം തിരിച്ചു കിട്ടി. എനിക്കത് ആർക്കെങ്കിലും കൊടുത്താൽ ഫണ്ട് കിട്ടും. ആ ഒരു ഓഫർ ആട്ടാ, നിങ്ങൾ നഷ്ടപ്പെടുത്തില്ല. ജൂലൈ 5 വരെയുള്ളു ഒരു ലോഞ്ചിങ് ഓഫറൊക്കെ. ഇങ്ങനെ എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് നമ്മളത് വിട്ടുകളയരുത്. ഞാൻ വിട്ടുകളഞ്ഞില്ല, ഞാൻ അടി കൊടുത്തു. എനിക്ക് സാധനം ഇന്ന് വീട്ടിൽ വന്നു. 2 ദിവസങ്ങൾ എനിക്ക് ഫാസ്റ്റ് ആയിട്ട് വന്നു. ബാംഗ്ലൂരിൽ നിന്ന് പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് പ്രൊഡക്റ്റ് വന്നത്. ക്ലിയർ? അങ്ങനെ അത് ഒരു അവസരമാണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ലെവലിംഗ് കിട്ടുന്നത്. റീപർച്ചേസ് ഇൻകം ആയിട്ട് പറയാൻ പോകുന്നത്. റീപർച്ചേസിംഗ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയുടെ അതിന്റെ കോർ, അതിന്റെ ബേസ് എവിടെയാണ് ഇരിക്കുന്നത് വെച്ചാൽ റീപർച്ചേസില്ല. ആ റീപർച്ചേസ് ലൈവാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് ആഴ്ചയിൽ കിട്ടുന്ന വരുമാനം. ഈ ലെവലിംഗ് കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞു 5000 BVയുടെ പർച്ചേസ് ചെയ്യണം. ഇതൊക്കെ ക്ലിയർ ആയില്ലേ? പറയാൻ പോകണേ റീപർച്ചേസ് ഇൻകം. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് റീപർച്ചേസ് ഇൻകം കിട്ടുന്നത്? എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഞാനൊരു 10,000 രൂപയുടെ സാധനങ്ങൾ ഞാൻ നമ്മുടെ കമ്പനിയിൽ നിന്ന് വാങ്ങാൻ വേണ്ടി തയ്യാറാവുകയാണ്. 10,000 രൂപയുടെ സാധനങ്ങൾ. ഈ 10,000 രൂപ MRP ഉള്ള സാധനം എനിക്ക് 20% ഡിസ്കൗണ്ടിൽ കിട്ടും. 8,000 രൂപയിൽ കിട്ടും. ക്ലിയർ? ഈ 8,000-നെയാണ് CP എന്ന് പറയുന്നത്. CP നോട്ട് ചെയ്തോ. 10,000 രൂപ MRP ഉള്ള സാധനം ഞാൻ പൈസ കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞാൽ 8,000 രൂപയാണ്. കാര്യം 20% ഡിസ്കൗണ്ട് കിട്ടി. ഇതാണ് CP. MRP 10,000, CP കസ്റ്റമർ പ്രൈസ് എത്രയാണ്? 8,000. ഇത് കമ്പനി ഒരു വിലയിട്ടിട്ടുണ്ടാവും. കമ്പനിയുടെ DP 5,000 ആയിരിക്കും, 5,000 ആയിരിക്കും. ക്ലിയർ? 3 കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം.
ആ 3060%, 1800 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. ക്ലിയർ? നിങ്ങൾ ആരാണോ എന്നെ ഡയറക്റ്റ് സ്പോൺസർ ചെയ്യുന്നത്, ഞാനൊരു 8000 രൂപയുടെ സാധനം വാങ്ങിയാൽ ഒരു 1800 രൂപ ഡയറക്റ്റ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. ഓക്കെ, ബാക്കിയുള്ള 9 ലെവലില്, സോറി, ബാക്കിയുള്ള 8 ലെവലില് 180 രൂപ വെച്ച് കയറും. എന്ന് വെച്ചാൽ 5%. നമ്മൾക്ക് ഫസ്റ്റ് ലെവലിലുള്ള വ്യക്തിയിൽ നിന്നും 60%, ബാക്കി 8 ലെവലിൽ നടക്കുന്ന പർച്ചേസിൽ നിന്നും 5%. അതിനൊരു എക്സാമ്പിൾ കണക്കാണ് ഞാൻ പറഞ്ഞത്. ഒരു 10,000 രൂപ MRP സാധനം വാങ്ങാൻ തയ്യാറായി 8000 രൂപ കമ്പനിക്ക് അടച്ചാൽ, ഞാൻ ഡയറക്റ്റ് സ്പോൺസർ ചെയ്ത വ്യക്തിയാണ് 8000 രൂപ അടക്കുന്നതെങ്കിൽ അവന്റെ ഒരു 1800 രൂപ എനിക്ക് സിമ്പിൾ ആയിട്ട് വരും. എന്റെ സെക്കൻഡ് ലെവലോ തേർഡ് ലെവലിലുള്ള ആൾക്കാരാണ് വാങ്ങുന്നതെങ്കിൽ അവന്റെ 5%, 150 രൂപ എനിക്ക് സിമ്പിൾ ആയിട്ട് വരും. അങ്ങനെ ഈ വരുമാനം എല്ലാ ആഴ്ചകളിലും കിട്ടും, എല്ലാ ആഴ്ചകളിലും കിട്ടും. സിമ്പിൾ ആണ്. ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളിപ്പോ വിചാരിക്കും 8 ലെവൽ എന്ന് പറഞ്ഞാൽ 8 പേരാണ്, 9 ലെവൽ എന്ന് പറഞ്ഞാൽ 9 പേരാണ്. അല്ല, ഞാൻ പറഞ്ഞു നമ്മൾ SP യിൽ നിന്ന് SH ലേക്ക് വരുമ്പോൾ 3 പേര് നമ്മൾ ഡയറക്റ്റ് ടീമിലും 3 പേര് B ടീമിലും, അങ്ങനെ 6 പേര്. ഒരു കണക്കാണ്, ഒരു എക്സാമ്പിൾ കണക്കാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഞാൻ ഡയറക്റ്റ് ആയിട്ട് 6 പേരെ കൊണ്ടുവന്നു. ഞാൻ SH ആയെന്ന് വെച്ചോ, ഞാൻ 6 പേരെ കൊണ്ടുവന്നു. ഈ 6 പേരാണ് എന്റെ ഫസ്റ്റ് ലെവൽ. ഈ 6 പേര് അടുത്തൊരു 6 പേരെ കൊണ്ടുവരുമെന്ന് വെച്ചോ, 36 ആയി. അത് സെക്കൻഡ് ലെവല്. ഈ 36 പേര് അടുത്തൊരു 6 പേരെ കൊണ്ടുവരുമെന്ന് വെച്ചോ, 210 പേരായി. അത് തേർഡ് ലെവല്. ഈ 210 പേര് അടുത്തൊരു 6 പേരെ കൊണ്ടുവരുമെന്ന് വെച്ചോ, 1296 പേരായി. അത് ഫോർത്ത് ലെവല്. ഈ 1296 പേര് അടുത്തൊരു 6 പേരെ കൊണ്ടുവരുമെന്ന് വെച്ചോ, 7776 ആയി. അത് ഫിഫ്ത്ത് ലെവല്. ഈ 7777 പേര് അടുത്തൊരു 6 പേരെ കൊണ്ടുവരുമെന്ന് വെച്ചോ, 46,000 എബോയായി. എന്ന് വെച്ചാൽ എന്റെ 6ാമത്തെ ലെവലിൽ തന്നെ എത്ര പേരായി? 50,000-ത്തിനടുത്ത് ആൾക്കാരായി. മനസ്സിലായ? എന്ന് വെച്ചാൽ 6 ലെവലിൽ തന്നെ 50,000-ത്തിനടുത്ത് ആൾക്കാരായി. അപ്പൊ പിന്നെ 9 ലെവലിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ ഊഹിച്ചാൽ മതി. ക്ലിയർ ആയില്ലേ? ഇതാണ് ലെവൽ ഇൻകം. ഈ രീതിയിൽ ആ ലെവലിലുള്ള വരുമാനം നമുക്ക് കൃത്യമായിട്ട് കിട്ടും. സിമ്പിൾ ഒരു കണക്ക് പറയാം, നിങ്ങൾ ഡയറിയിൽ വെച്ച് വേണമെങ്കിൽ നോക്കിയോ. ഈ 8000 രൂപയുടെ കണക്കൊന്നും അല്ല, സിമ്പിൾ ആയിട്ട് നമ്മൾ ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ബയോ മാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും അത് മാത്രമേ ആൾക്കാർക്ക് വാങ്ങാൻ പറ്റൂ. പക്ഷേ ഇതിന്റെ പ്രത്യേകത, നമ്മളൊരു വീട്ടില് നമ്മൾ ബയോ മാഗ്നറ്റിക് പ്രൊഡക്റ്റ് കൊടുത്തു. ആ വ്യക്തി ഭയങ്കര തിരക്കുള്ള മനുഷ്യനാണ്. നിങ്ങൾ ആലോചിക്കണം, ഈ പ്രൊജക്റ്റിനെ പറ്റി ആലോചിക്കണം. ഇതിന്റെ ഒരു ഡെപ്ത് മനസ്സിലാവും. ഇതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ് ഞാൻ പറയുന്നത്. ഒരു എഞ്ചിനീയർ ആണ്, പുള്ളിക്ക് തിരക്കോട് തിരക്കാണ്. നമ്മൾ പിന്നെയും പോയിട്ട് സാറേ 2 ആൾക്കാരെ കണക്ട് ചെയ്യുന്ന പറഞ്ഞാൽ പുള്ളി പറയും, എടാ ഞാൻ സാധനം വാങ്ങിച്ചില്ലേ, അത് പോരെ, എനിക്ക് സമയമില്ല. ഓക്കെ, പകരം നമ്മൾ ചെന്നിട്ട് പറയേ, സാറേ കുറച്ച് പ്രൊഡക്റ്റുകളും കൂടി ഉണ്ട്, നല്ല സോപ്പാണ്, നല്ല പേസ്റ്റ് ആട്ടാ, നല്ല ഷാമ്പു ആട്ടാ, നല്ല ഹെയർ ഓയിൽ ആട്ടാ, നമുക്ക് കുറച്ച്. ഞാൻ ചോദിക്കുന്നത്, ഒരു 800 രൂപയുടെ സാധനം പുള്ളിക്ക് കൊടുക്കാൻ പാടില്ലേ? പുള്ളി എടുക്കും, ഉറപ്പായിട്ടും എടുക്കും. ഈ 800 രൂപയുടെ സാധനം പുള്ളി എടുത്തു കഴിഞ്ഞാൽ സുഹൃത്തെ, ഈ 800 CP. പുള്ളിക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ 20% ഡിസ്കൗണ്ട് കിട്ടി. 1000 രൂപയുടെ സാധനം 800 രൂപ കിട്ടി. കമ്പനിക്ക് ഒരു DP ഉണ്ട് 500. ആ DP CP മൈനസ് DP ഒരു 300 രൂപയുടെ മാറ്റി വെച്ച് SC. ആ 300 നിന്ന് നമ്മൾ ഡയറക്റ്റ് ആണ് കൊടുത്തതെങ്കിൽ 180 രൂപ നമുക്ക് കിട്ടും. നമ്മൾ ഡയറക്റ്റ് സ്പോൺസർ ചെയ്ത വ്യക്തിയാണ് കൊടുത്തതെങ്കിൽ. ഇനി ഇൻഡയറക്റ്റ് വന്നിട്ടുള്ള ബാക്കിയുള്ള ലെവലിലാണ് നടന്നിട്ടുള്ളതെങ്കിൽ ഒരാളിൽ നിന്ന് 800 രൂപയുടെ സാധനം ഒരാൾ വാങ്ങിച്ചാൽ അതിൽ നിന്ന് ഒരു 15 രൂപ കിട്ടും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്കൊരു 50,000 പേരുടെ ടീമുണ്ട്. ഈ 50,000 പേര് 6ാമത്തെ ലെവലിലാന്ന് വിചാരിച്ചോ. ഈ 6ാമത്തെ ലെവലുള്ള ആൾക്കാര് അവരുടെ വീട്ടിലേക്ക് വേണ്ട സാധനം, ഒരു 800 രൂപയുടെ സാധനം വാങ്ങാൻ തയ്യാറായാൽ പോലും മാസം 7.5 ലക്ഷം രൂപ അക്കൗണ്ടിൽ കിട്ടും. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, പുതിയൊരു റിക്രൂട്ട്മെന്റ് വേണ്ട, പുതിയൊരാളെ ചേർക്കണ്ട, പുതിയൊരാള് റീപർച്ചേസ് ഇൻകം ഞാൻ പറഞ്ഞത്. ഇനി 50,000 വേണ്ട, ഒരു 10,000 പേര് നിങ്ങളുടെ ടീമിൽ വന്നു. ഈ 10,000 പേരിൽ നിന്ന് ഒരു 15 രൂപ കിട്ടി, എത്രയായി? 1.5 ലക്ഷം രൂപയാണ് സുഹൃത്തെ. 15 രൂപ നല്ല കിട്ടണത്. കാര്യം കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. ഇത് വാങ്ങുന്ന ആളുടെ ബെനിഫിറ്റ്. ഇപ്പൊ ഞാനൊരു 8,000 രൂപയുടെ സാധനം വാങ്ങിച്ചാൽ എന്നെ ഏറ്റവും വലിയ ബെനിഫിറ്റ്, എനിക്കൊരു 20% ഡിസ്കൗണ്ട് കിട്ടും. 2ാമത്തെ ബെനിഫിറ്റ്, ഞാൻ വാങ്ങുന്ന പ്രൊഡക്റ്റിന് അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു BV ഉണ്ടാവും. 8,000 രൂപയുടെ സാധനം വാങ്ങി എനിക്കൊരു 4,000 BV ഉണ്ടെങ്കിൽ അതിന്റെ 10% എന്റെ അക്കൗണ്ടിൽ ക്യാഷ് ബാക്ക് ആയിട്ട് വരും. 400 രൂപ എനിക്ക് ക്യാഷ് ബാക്ക് വന്നു. MRP DP വ്യത്യാസം എനിക്ക് വേറെ കിട്ടി. ക്ലിയർ ആയില്ലേ? അത് മാത്രമല്ല, 2,500 രൂപക്ക് നിങ്ങൾ 3 മാസം പർച്ചേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ 4ാമത്തെ മാസം 2,500 രൂപയുടെ സാധനം നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടുമെന്ന്. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിയത് കിട്ടുമോ? പറ. സോപ്പ്, പേസ്റ്റ്, വീട്ടിൽ
പ്രൊജക്ടിന്റെ പ്രത്യേകത, ഇതിന്റെ ഡെപ്ത്, ഞാനൊക്കെ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ച ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, റീപർച്ചേസ് സ്റ്റേബിൾ ആയിരിക്കണം. ആ റീപർച്ചേസിങ് തരുന്ന ഒരു കമ്പനിയാണ് MR. അതെങ്ങനെയാണ് കിട്ടുന്നതിന്റെ ഉള്ള നിങ്ങൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. നമ്മുടെ ഫസ്റ്റ് ലെവലിലോടെ 60%, ബാക്കി 5%. ഇതാണ് നമ്മുടെ വീക്ക്ലി ഇൻകം, ലെവൽ ഇൻകം. ഇനി മാസ വരുമാനമാണ് പറയാൻ പോകുന്നത്. മാസത്തിൽ സിമ്പിൾ ആണ്. ഞാൻ പറഞ്ഞില്ല ഈ റീപർച്ചേസ്, ആ റീപർച്ചേസിൽ ഒരു ബൈനറി ഓടുന്നുണ്ട്. ഇനി നമ്മൾ SH ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ A ടീമിൽ ഒരു 2 ലക്ഷം BV-യുടെ റീപർച്ചേസ് നടന്നു, B ടീമിൽ ഒരു 2 ലക്ഷം BV-യുടെ. 2 ലക്ഷം എന്ന് പറയുന്നത് സിമ്പിൾ ആട്ടാ. നിങ്ങൾ അതിന്റെ BV-യുടെ കാൽക്കുലേഷൻ നിങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്. നിങ്ങൾ കൊണ്ടുവന്ന വ്യക്തികളെ കണക്ട് ചെയ്ത വ്യക്തിയോട് ചോദിച്ചാൽ ആളെ അയച്ചു തരും. ഒരു 2 ലക്ഷം BV-യുടെ A ടീമിൽ, 2 ലക്ഷം BV-യുടെ B ടീമിൽ നിങ്ങൾ SH ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് 15,000 രൂപ ശമ്പളം കിട്ടും. സാലറി പോലെ 15,000 രൂപ കിട്ടും. നിങ്ങളൊരു 3 മാസം അത് വാങ്ങാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് 4ാമത്തെ മാസം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടും. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി റീപർച്ചേസിൽ ഒരു ബൈനറി ഓടുന്നുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി കിട്ടുന്നത് മാത്രം. റീപർച്ചേസിൽ മാസം കിട്ടുന്നതാണ്. റീപർച്ചേസിൽ ഒരു ബൈനറി ഓടുന്നുണ്ട്. നമ്മുടെ റീപർച്ചേസിലൂടെ ഒരു 1000 BV നമ്മുടെ A ടീമിലും 1000 BV ഒരു മാസം ആയാൽ മതി 200 രൂപ. 10,000 ആയിട്ടുണ്ടെങ്കിൽ 2000 രൂപ. 50,000 BV A ടീമിലും 50,000 BV B ടീമിലും വന്നാൽ 20%, 10,000 രൂപ. ഓക്കെ, ഇത് കിട്ടുകയും ചെയ്യും. നിങ്ങൾ ഒരു SH ആണെങ്കിൽ 2 ലക്ഷം BV A ടീമിലും 2 ലക്ഷം BV B ടീമിലും വന്നാൽ നിങ്ങൾക്ക് അത് കൂടാണ്ട് ഒരു 15,000 രൂപ സാലറി പോലെ കിട്ടുകയും ചെയ്യും. യൂസർ ബെനിഫിറ്റ് ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാ. നമുക്കൊരു 20% ഡിസ്കൗണ്ടിൽ കിട്ടും. നമ്മുടെ BV-യുടെ 10% ക്യാഷ് ബാക്ക് കിട്ടും. 2,500 രൂപ 3 മാസം ചെയ്താൽ 4ാമത്തെ മാസം 2,500 രൂപ കിട്ടും. കഴിഞ്ഞില്ല, പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാര്യം പ്ലാൻ അടിപൊളിയാണ്. നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ചെയ്തു നോക്ക്. ഈ പ്ലാന്റെ മുമ്പിൽ വേറെ പ്ലാൻ ഇരിക്കില്ല. ഞാനിത് ഒരുപാട് പേരോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇനി നിങ്ങളുടെ ടീമില് സെയിൽസ് റേറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഒരു 30 7,500 BV ഡയറക്റ്റ് 3 7,500 BV ആയിരിക്കും സെയിൽസ് റേറ്റ് എത്തും. നിങ്ങൾ ഡയറക്റ്റ് സ്പോൺസർ ചെയ്ത ഒരു 5 വ്യക്തികൾ നിങ്ങളുടെ A ടീമിൽ സെയിൽസ് റേറ്റ് ആയി, ഡയറക്റ്റ് സ്പോൺസർ ചെയ്ത ഒരു 5 വ്യക്തികൾ B ടീമിൽ സെയിൽസ് റേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തൊരു പോസ്റ്റിലേക്ക് എത്തും, മാനേജർ. ഈ പ്രൊജക്ടിന്റെ പ്രത്യേകത നമുക്കൊരു ഫോക്കസ് ഉണ്ടെന്ന്. നമ്മൾ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു സംഭവം ഉണ്ടെന്ന്. അങ്ങനെ നിങ്ങൾ മാനേജർ പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം രൂപയുടെ കാർ കമ്പനി എടുത്തിട്ട് വരും. പെട്രോൾ നമ്മൾ അടിക്കണോട്ടാ, അത് എടുപ്പിക്കാൻ പറയരുത്. ഒരു 10 ലക്ഷം രൂപയുടെ കാർ കമ്പനി എടുത്തിട്ട് വരുന്ന മാത്രമല്ല, എല്ലാ വർഷവും ഒരു തവണ വിദേശ ട്രിപ്പ് നമുക്ക് ഫ്രീ ആണ്. ഇനി നിങ്ങളുടെ A ടീമിൽ ഒരു മാനേജറായി, B ടീമിൽ ഒരു മാനേജർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഡയറക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് എത്തും. ആ ഡയറക്ടർ പോസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കമ്പനി പ്രോഫിറ്റിന്റെ 10% ഡയറക്ടർമാർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കണം. അത് മാത്രമല്ല, ഒരു വർഷത്തിൽ 2 തവണ വിദേശ ട്രിപ്പ് വിത്ത് ഫാമിലി കമ്പനി തരും. നമ്മുടെ ഫോക്കസ് ഡയറക്ടർ ആവാന്നുള്ള. ഡയറക്ടറായിട്ട് നമുക്ക് വെറുതെ ഇരിക്കുക. എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം, ഒരു 5 വർഷം കൊണ്ട് മൊത്തം സെറ്റ് ചെയ്തിട്ട് നമ്മുടെ കടങ്ങളും പരാധീനതകളും മൊത്തം കഴിഞ്ഞിട്ട് ഒരു ബാങ്ക് അക്കൗണ്ടിൽ ഒരു ബാലൻസ് വേണം. എന്നിട്ട് ലൈഫ് ജീവിക്കണമെന്നേ. അല്ലാണ്ട് ഈ വർഷങ്ങളോളം പണിയെടുത്തിട്ട് കാര്യമില്ല. ഞാനത് എല്ലാവരും ചോദിക്കും, നിനക്ക് പ്രാന്താണ്, നീ എന്തിനാണ് ജോലി നിർത്തി പോകുന്നത്? എന്റെ അച്ഛൻ 30 വർഷം പണിയെടുത്ത കൊച്ചുഷിപ്പേരിൽ 30 വർഷം. അച്ഛന്റെ കയ്യിൽ എന്തുണ്ടെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. പിന്നെ ഞാനും പോയി 30 വർഷം പണിയെടുത്തിട്ട് നമുക്ക് കറക്റ്റ് കാൽക്കുലേഷൻ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയുന്ന ഒരൊറ്റ കാര്യം, നിങ്ങൾ കഴിഞ്ഞ ഒരു 5-10 വർഷം നിങ്ങൾ ജോലി ചെയ്തതിന്റെയും നിങ്ങൾ ചിന്തിച്ചതിന്റെയും നിങ്ങൾ പ്രവർത്തിച്ചതിന്റെയും ആകെ തുകയാണ് നിങ്ങൾ ഇപ്പോ കാണുന്ന നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്യ്. നിങ്ങൾ ഇപ്പോഴത്തെ സാലറി വെച്ച് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത 10 വർഷം കഴിഞ്ഞ് നിങ്ങൾ എവിടെ എത്തുമെന്ന് കൃത്യമായിട്ടൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവും. ക്ലിയർ ആയില്ലേ? ആ ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റി ചിന്തിക്ക്. ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്ക്, ചെയ്ത് നോക്ക്. ആ ഒരു മനസ്സ് കാണിക്ക്. വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്ട് അല്ലേ MR. അത് ചെയ്ത പൈസ കിട്ടും തെളിഞ്ഞല്ലേ, പിന്നെ എന്തിനു മടി കാണിക്കണം? ഓക്കെ, കഴിഞ്ഞില്ല. ഞാൻ ഇതും കൂടി പറഞ്ഞ കാര്യം ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കൊരു 50,000 BV നമ്മുടെ A ടീമിലും ഒരു 50,000 BV റീപർച്ചേസ് വന്നാൽ ഇത് അക്യുമുലേഷൻ നടക്കും. നമുക്ക് 50,000 എപ്പോഴാണെങ്കിലും ആകാം. നമുക്കൊരു 1 ഡേ റിസോർട്ട് ട്രിപ്പ്. ഇനി 1 ലക്ഷം ആയി കഴിഞ്ഞാൽ നമുക്ക് ഗോവക്ക് പോവാം. 3 ലക്ഷം ആയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 10-25,000 രൂപ കമ്പനി ഡയറക്റ്റ് ബോണസ് ആയിട്ട് തരും. ഇനി 5 ലക്ഷം ആയി കഴിഞ്ഞാൽ ഒരു 3 ഡേ 4 നൈറ്റ് പ്രോഗ്രാം നമുക്ക് വേണ്ടി കമ്പനി സെറ്റ് ചെയ്ത് തരും. ഇനി 10 ലക്ഷം ആയി കഴിഞ്ഞാൽ ഒരു വിദേശ ട്രിപ്പ്. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഒരുപാടുണ്ട് കേട്ടോ, ഇതെല്ലാം പറഞ്ഞാൽ നടക്കില്ല. ഓക്കെ, എന്ന് വെച്ചാൽ ഇതിന്റെ ഇൻകം പ്ലാൻ എന്ന് പറയുന്നത് ഞാൻ പറയാം, ഇത് പഠിച്ച് മനസ്സിലാക്കിക്കോ. വൺ ഓഫ് ദ ബെസ്റ്റ്
പ്ലാൻ 100% ഞാൻ അടിയുറച്ച് ഞാൻ പറയാം, ഇത്രയും നല്ലൊരു പ്ലാൻ എന്റെ ലൈഫിൽ ഞാൻ കേട്ടിട്ടില്ല സുഹൃത്തെ. കാര്യം അത്രയും ഉണ്ട്, അത്രയും പറയാനുണ്ട്, അത്രയും പഠിക്കാനുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ പറയാം, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു പ്രൊജക്ടിന്റെ ഫ്രണ്ട് ലൈനിലുള്ള ആൾക്കാരാ. ഫ്രണ്ട് ലൈൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചാൽ ഇത് കേരളത്തില് തുടങ്ങുന്നേ ഉള്ളൂ, ഒരു 2 ആഴ്ച 3 ആഴ്ചയിലേക്ക് എത്തുന്നേ ഉള്ളൂ. അത്രയും ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ഒരു പ്രൊജക്റ്റാ ഇത്. ജനങ്ങൾക്ക് പലർക്കും അറിയില്ല, ഇതിന്റെ ഡെപ്ത് അറിയില്ല, ഈ പ്ലാനിനെ പറ്റി അറിയില്ല, ഈ പ്രൊഡക്റ്റിനെ പറ്റി അറിയില്ല. ഇത് നിങ്ങളിലൂടെയാണ് മറ്റുള്ളവർ അറിയുന്നതെങ്കിൽ സുഹൃത്തെ, ലൈഫ് മാറും. ആരുടെ മാറുന്നറിയോ? അവരുടെ മാറും, നമ്മുടെ മാറും. അങ്ങനെ അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, അത്രയും നല്ലൊരു പ്രൊജക്റ്റ് ആണ്. അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഞാൻ ജിവിൻ സാറിനെ ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. എന്തായാലും എന്നെ കേട്ട വ്യക്തികൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ലിയർ ചെയ്യുക, നിങ്ങളുടെ ലീഡേഴ്സിനോട് ചോദിക്കുക. കൃത്യമായിട്ട് നിങ്ങളുടെ ലീഡേഴ്സ് അത് പഠിച്ച് മനസ്സിലാക്കിയ ലീഡേഴ്സ് ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ടീം എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ആണ്. ആ ഓർഗനൈസേഷനെ നയിക്കുന്നത് നമ്മുടെ ഗ്രേറ്റ് ലീഡർ സേവ്യർ സാറും റാഫി സാറും ഉണ്ട്. അവരോട് കൂടെ കട്ടക്ക് ഞങ്ങളൊരു 40 പേരുണ്ട്. നമ്മൾ ഒന്നിച്ച് കേരളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു ടൈമാണ്. നമ്മുടെ കൂടെ നിന്നാൽ 1 ഇയർ 1 കോടി അല്ല 3 കോടി വരെ ഉണ്ടാക്കാം. ഞാൻ പറയുന്നത് വിട്, ഒരു 1 കോടി നമുക്കൊരു വർഷം നമ്മൾ നേടിയെടുക്കാനുള്ള കാര്യങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും വലിയ വലിയ വിജയങ്ങളിലേക്ക് എത്തട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.